നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1733 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ റിജി റഷീദാണ്. റിജി റഷീദ് മെഡിക്കൽ ഓഫീസർ, റിജീസ് വെൽനസ് സെന്റർ, കാട്ടാക്കട, തിരുവനന്തപുരം. ഡോക്ടർ നമുക്ക് ധാരാളം ഒട്ടനവധി ക്ലാസ്സുകൾ നമുക്ക് മറ്റ് ഡോക്ടേഴ്സ് എടുക്കുവാൻ മടിക്കുന്ന തലത്തിലുള്ള ക്ലാസ്സുകൾ ഒരുപാട് നമുക്ക് തന്നിട്ടുണ്ട്. വളരെ പ്രയോജനകരമായിരുന്നു ക്ലാസ്സുകൾ. അതുപോലെ തന്നെ ഇന്ന് വ്യത്യസ്തമായ മറ്റൊരു വിഷയവുമായിട്ടാണ് ഡോക്ടർ എത്തുന്നത്. വളരുന്ന പ്രമേഹവും തകരുന്ന ലൈംഗികതയും, അതാണ് ഇന്നത്തെ വിഷയം. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. എന്നത്തെയും പോലെ നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ സ്നേഹപൂർവ്വം ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ഡോക്ടറെ ക്ലാസ്. താങ്ക് യു മാഡം. അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിന്റെ ഹെഡിങ് എന്ന് പറഞ്ഞാല് അറിയാം എന്താണ്, ലൈംഗികത അല്ലെങ്കിൽ നമ്മളെ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ടോപ്പിക് വന്നിട്ട് ഞാൻ ഈ ക്യാപ്ഷൻ ഇടുന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ, ഇത് ഓൾറെഡി ഒരു 2 years ബാക്ക് തന്നെ നമ്മൾ ക്ലിനിക്കിലെ പോസ്റ്റർ ആയിട്ട് ഇട്ടിരുന്ന ആ ഒരു ക്യാപ്ഷൻ ആണ്. അതായത് തളരുന്ന ലൈംഗികതയും നമ്മുടെ ആ ഒരു ഡയബറ്റീസിന്റെ റേറ്റ് കൂടുന്നു അല്ലെങ്കിൽ സെക്സ്വാലിറ്റിയുടെ ആ ഒരു ആവശ്യകത കുറയുന്നു എന്നുള്ളത്. മാഡം കേൾക്കുന്നുണ്ടോ? കേൾക്കാം, നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്, കാണുന്നു. ഓക്കെ. അപ്പൊ നമ്മള് ഇതിനു മുമ്പും സെക്ഷൽ റിലേറ്റഡ് കംപ്ലൈന്റ്സിന്റെ ക്ലാസ്സസിൽ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് ഇങ്ങനൊരു ടോപ്പിക് എന്നുള്ളതല്ല, ഈ ഒരു വിഷയം നമ്മൾ എപ്പോഴും നമ്മുടെ അടുത്ത് പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് ശരിയായ ചികിത്സ ലഭിക്കാതെ, അതായത് നമ്മൾ ഒരു പേഷ്യൻസിന്റെ പെർസെന്റേജ് എടുക്കുവാണെങ്കിൽ ശരിയായ ചികിത്സ ലഭിക്കാതെ തെറ്റായ വഴിയിലൂടെ ട്രീറ്റ്മെന്റ് എടുത്ത് കോംപ്ലിക്കേറ്റഡ് ആയി, അല്ലെങ്കിൽ ഏതെങ്കിലും പരസ്യത്തിന്റെ പുറകെയോ എക്സ്റ്റേണൽ ഓയിൽസിന്റെ പുറകെയോ ക്രീംസിന്റെ പുറകെയോ ആരാണ് എന്താണ് എന്നറിയാത്ത പത്രത്തിൽ ഏതെങ്കിലും ക്ലാസിഫൈഡ് പേജിൽ ഒതുങ്ങി പോകുന്നു അവരുടെ ചികിത്സ എന്നുള്ളതാണ് ഈ മേഖലയിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള ആൾക്കാർ, ഓക്കെ, അപ്പൊ പൊതുവെ ഡയബറ്റിസ് മെലിറ്റസ് ഉള്ളവരിൽ അവർക്ക് പൊതുവെ അറിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡയബറ്റിക് റെറ്റിനോപ്പതി, ന്യൂറോപ്പതി അങ്ങനെയൊക്കെ അവർക്ക് അറിയാമായിരിക്കാം. പക്ഷെ ലൈംഗിക പ്രശ്നങ്ങൾ, അത് മെയിൽസിലാണെങ്കിലും ഫീമെയിൽസിലാണെങ്കിലും ലൈംഗിക പ്രശ്നങ്ങൾ എത്രത്തോളം അവരെ ബുദ്ധിമുട്ടിക്കുന്നു അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ ഇതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാത്ത മനുഷ്യർ ഇപ്പോഴും നമ്മളുടെ ഇടയിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അവയർനെസ് കൊടുക്കുക എന്നുള്ളതും ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ ഈ കേസ് എടുക്കുന്നതിന് മുമ്പേ തന്നെ ഡയബറ്റിസ് മെലിറ്റസിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് പല സിസ്റ്റം ഓഫ് മെഡിസിൻ നിന്നും മരുന്ന് കഴിക്കുന്ന ആൾക്കാരായിരിക്കാം. അതേമാതിരി തന്നെ എന്തെങ്കിലും ഒറ്റമൂലികളൊക്കെ കഴിക്കുന്ന ആൾക്കാരായിരിക്കാം. പിന്നെ ഇപ്പോഴും നമ്മളുടെ ഇടയിൽ ഡയബറ്റിസ് വന്നിട്ട് വേരോടെ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ പോയി ആ വെള്ളം ഇട്ട് കുടിച്ചാൽ വേരോടെ മാറ്റാൻ പറ്റും, അമ്മാവിന്റെ മോള് പറഞ്ഞു ചിരട്ടേര വെള്ളം അതങ്ങനെ ചെയ്താൽ മതി, ബീട്രൂട്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് വിശ്വസിക്കുന്ന കുറെ പേര് നമുക്ക് ചുറ്റുമുണ്ട്. അതായത് മറ്റ് അസുഖങ്ങൾക്ക് ചികിത്സിക്കണം, ഡയബറ്റിസും കൊളസ്ട്രോളും ഹൈപ്പർ ടെൻഷനും അങ്ങനെ ചികിത്സിക്കേണ്ട ആവശ്യകത ഇല്ല, അത് ഈ നാടൻ പരിപാടികളിൽ പോകും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെയും തിരുത്തേണ്ടത് നമ്മളുടെ കടമയാണ്. അതോടൊപ്പം തന്നെ ഈ ഡയബറ്റിസിന് ഇവർ കഴിക്കുന്ന മോഡേൺ മെഡിസിൻ ഡ്രഗ്സ് ഉണ്ടല്ലോ, അപ്പൊ ഈ അലോപ്പതിക് ഡ്രഗ്സ് വന്നിട്ട് ഇപ്പം മെറ്റ്ഫോമിൻ അല്ലെങ്കിൽ അതുപോലെ കോമ്പിനേഷൻസ് ഒരുപാട് ഇപ്പോൾ ഉണ്ട്. ഇത് ഗ്ലൈസിഫേജ്, ഗ്ലൈമിപ്രൈഡ്, അപ്പൊ ഇതുപോലെ ഇത് മാത്രമല്ല കോമ്പിനേഷൻസ് ഒരുപാടുണ്ട്. അപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. ആ ഓരോ മെഡിസിൻസിന്റെ സൈഡ് ഇഫക്ട്സ് വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആ മരുന്ന് എടുത്തിട്ട്, അതായത് ചില സെറ്റ് ഓഫ് ഡ്രഗ്സിന് അതിന്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ട് ഈ സെക്ഷൽ എറോസൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ ED ഉണ്ടാവും എന്നുള്ള ആ ഒരു ഇതുണ്ട്. അപ്പൊ അത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മളുടെ മെഡിസിനിലേക്ക് കൊണ്ടുവരിക. പിന്നെ സിദ്ധ, ആയുർവേദ അങ്ങനെ ഡയബറ്റീസിന് മരുന്നെടുക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കറിയില്ല എങ്കിൽ
അറിയില്ല എങ്കിൽ നമ്മൾ അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്താണ് എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കാം എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. കാര്യം ചില ഡ്രഗ്സ് ക്രൂഡ് ആയിരിക്കാം, ചില ഡ്രഗ്സിന് വന്നിട്ട് പഥ്യവും മറുപഥ്യവും ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്കത് പിന്നീട് ബുദ്ധിമുട്ടാവും. നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന സമയത്തല്ല, പിന്നീട് നമുക്കത് ബുദ്ധിമുട്ടാവും. നമുക്ക് അറിയില്ല എങ്കിൽ നമ്മൾ അറിയില്ല എന്ന് തന്നെ പറയുക. അല്ല എന്നുണ്ടെങ്കിൽ ആ കൺസേൺഡ് ഡോക്ടറുമായിട്ട് നമ്മൾ സംസാരിക്കുക. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. പിന്നെ ഡയബറ്റിസ്, ഇപ്പം മെയിൽ സെക്ഷൽ ഹെൽത്ത്, നമുക്ക് ഇന്ന് മെയിൽ സെക്ഷൽ ഹെൽത്തിലേക്ക് പോകാം. മെയിൽ സെക്ഷൽ ഹെൽത്തിൽ വന്നിട്ട് നമ്മൾ ആദ്യം ഇതാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അവർക്ക് ഉണ്ടാവും എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതായത് അവരുടെ ആ ഒരു ബ്ലഡ് വെസൽസിലും അതുപോലെ തന്നെ നെർവ്സിലും ഡാമേജ് ഉണ്ടായിട്ട് അവിടുത്തെ സപ്ലൈ പ്രോപ്പർ ആവാതെയാണ് ഈ ഒരു തരത്തിലേക്ക് ഈ ഒരു ED അവർക്ക് അനുഭവപ്പെടുക. അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് ലിബിഡോ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതും ഈ പറഞ്ഞ പോലെ അവരുടെ ഹോർമോണൽ ഇംബാലൻസസ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ സെക്ഷൽ ഡിസയർ അവർക്ക് ഇല്ലാതായി മാറുന്നത് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. പിന്നെ ഇജാക്കുലേഷൻ ഇഷ്യൂസ്. അപ്പൊ നമ്മളിപ്പോ ഞാൻ ഈ ക്ലാസ്സിന് മുൻപേ നമ്മളൊരു സീനിയർ ഡോക്ടറുണ്ട്, സാറായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ സാർ എന്നെ ഒന്നല്ല 3-4 പേര് വിളിച്ചിരുന്നു. അതിൽ ഒരാള് പ്രത്യേകം ഓർമ്മിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ആദ്യം എടുത്തു പറയേണ്ട കാര്യം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആണ് ഏറ്റവും വലിയ പ്രശ്നം ഡയബറ്റീസിന് എന്നുണ്ടെങ്കിലും നമുക്ക് ക്ലിനിക്കുകളിൽ ഏറ്റവും കൂടുതൽ കിട്ടുക പ്രീമച്ചർ ഇജാക്കുലേഷൻ ആണ്. നമുക്ക് ക്ലിനിക്കുകളിൽ കൂടുതൽ കിട്ടുക എന്നുള്ളത്, അതായത് അവര് എന്തെങ്കിലും തരത്തിൽ ആ ഒരു ഇജാക്കുലേഷൻ തൽക്കാലത്തേക്ക് എന്താണ് അവിടുത്തെ ഒരു ബ്ലഡ് സപ്ലൈ തൽക്കാലത്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് ഇറക്ഷൻ ഉണ്ടായി കഴിഞ്ഞാലും ആ ആക്ട് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ തന്നെ പ്രീമച്വർലി ഇത് പുറത്തേക്ക് വരുന്നു എന്നുള്ളൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ഇഫക്ട്സ് ആണ്. സൈക്കോളജിക്കൽ ഇഫക്ട്സ് നമുക്കറിയാം, നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് ഇവര് വരുന്ന ടൈമിൽ നമ്മൾ കേസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫിസിക്കലി ഇമോഷണലിയും ഉള്ള ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതിലാണ് നമ്മളുടെ ആ ഒരു സക്സസ് എന്ന് പറയാം. പിന്നെ സൈക്കോളജിക്കൽ ഇഫക്ട്സും ഈ പറഞ്ഞ സൈക്കോളജിക്കൽ ഇഫക്ട്സിൽ ഈ പല കാറ്റഗറി അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ന്യൂറോപ്പതി നമുക്കറിയാം, ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ് അവർക്ക് ഉണ്ടാവും എന്നുള്ളതറിയാം. അപ്പം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് നമ്മളടുത്ത് വരുമ്പോൾ മിക്കവാറും പേഷ്യൻസ് നമ്മളടുത്ത് വരുമ്പോൾ FBS നോക്കിയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ PPBS മാത്രം നോക്കി വരുന്ന ആൾക്കാരെ നമുക്ക് കിട്ടും. ഒരു ഡയബറ്റിക് പേഷ്യന്റ് നമ്മൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഇൻസിസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിളിച്ചിട്ടാണ് വരുന്നതെങ്കിൽ നമ്മളടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ FBSഉം PPBSഉം HbA1c നോക്കി വരിക എന്നുള്ള കാര്യം. അതല്ല നമ്മളടുത്ത് വന്നു സെക്കൻഡ് വിസിറ്റിലാണെങ്കിൽ പോലും നമ്മളിത് കൃത്യമായിട്ടും മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ വളരെ വ്യക്തമായി അവരോട് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് നമ്മൾ തലേദിവസം കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ FBS PPBS മാത്രമായിട്ട് നമുക്ക് ഇതിനകത്തൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ ചില പേഷ്യൻസ് പറയാറുള്ളതെന്ന് പറഞ്ഞാൽ ഡോക്ടറെ ആ ഡോസേജ് ഒന്ന് കറക്റ്റ് ചെയ്ത് തരണം. കാര്യം അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന അലോപ്പതി മരുന്നിന്റെ ഡോസേജ് കൂട്ടണോ കുറയ്ക്കണോ. അത് ഡയബറ്റീസിൽ മാത്രമല്ല തൈറോയിഡ് ആയിട്ട് വരുന്ന പേഷ്യൻസ് നമ്മളടുത്ത് പറയാറുണ്ട് 125 കഴിച്ചുകൊണ്ടിരുന്ന 75 ആയി അല്ലെങ്കിൽ 50 ആക്കാമോ എന്ന് ചോദിക്കുന്ന കേസസ് ഉണ്ട്. അത് നമുക്ക് പറ്റില്ല. അത് കൺസേൺഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ തന്നെ കണ്ടത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറയുന്നതാണ് നമുക്ക് എല്ലാ തരത്തിലും നല്ലത്. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇമോഷണൽ സ്ട്രെസ്സും ബാക്കി കാര്യങ്ങളും നമ്മൾ ആ ഒരു ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഇവരുടെ ഫിസിക്കൽ കാസ് ആണോ യഥാർത്ഥ വില്ലൻ, അതല്ല ഇവരുടെ എയിൽമെന്റ്സ് ആണോ വില്ലൻ, മെന്റൽ ഇഷ്യൂസ് ആണോ വില്ലൻ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി നമ്മൾ ഡയബറ്റിസിലേക്കും അല്ലെങ്കിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻസിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾക്ക് അറിയാമായിരിക്കാം, പക്ഷെ നമ്മളത് പേഷ്യൻസിന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ് നമ്മളുടെ ഈ ഒരു സെക്ഷൽ ആക്ടിന്റെ സ്റ്റേജസ്. അപ്പൊ
നമ്മൾ ആനിമൽസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരാരും പഠിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അവർ സ്കൂളിൽ പോയി പഠിച്ചിട്ടോ അല്ല ആ ഒരു ആക്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. പക്ഷെ ഇങ്ങനെ ഡിസീസ് കണ്ടീഷൻസ് ആയിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ സ്റ്റേജസ് അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉത്തേജനം, എക്സൈറ്റ്മെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ എറോസൽ ഫേസ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ എറോസൽ ഫേസ് ഒരാളിൽ ഇപ്പം എന്തെങ്കിലും കാണുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ, അതോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് തൊടുമ്പോൾ, ആരെങ്കിലും മീൻസ് അവർക്ക് ആ ഒരു ഫീൽ ഉണ്ടാക്കുന്ന തരത്തിൽ ആരെങ്കിലും ഒന്ന് തൊടുമ്പോഴൊക്കെ അവർക്ക് ആ ഒരു എറോസൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ആ എറോസൽ സ്റ്റേജ് കഴിയുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ കുറച്ചും കൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് അവരുടെ ആ ഒരു താല്പര്യം കുറച്ചും കൂടെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാറാണ് പതിവ്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ സൈക്കോജനിക് സ്റ്റിമുലയാണ്. അവിടെയും ഈ പറഞ്ഞ മാതിരി പുറമേ നിന്ന് നമുക്ക് കിട്ടിയ ആ ഒരു സ്റ്റിമുലൈ കൊണ്ട് നമുക്കത് പ്രോപ്പർ ആയില്ല എങ്കിൽ അവർക്ക് പഴയ കാലത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ഇപ്പൊ എക്സാമ്പിൾ നല്ല നല്ല ഓർമ്മകൾ, അത് അവർ ഓർത്തെടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ആളല്ല അല്ലാതെ നമുക്കിപ്പോ നമ്മളിപ്പോ ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ ബ്രോക്കൺ റിലേഷൻഷിപ്പിൽ മുൻപുണ്ടായിരുന്ന അങ്ങനെയൊക്കെ ഉള്ള അവരുടെ ആ ഒരു തോട്ട് പ്രോസസ് ആണ്. അവർക്ക് എന്തിലാണോ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ളത് ആ ഒരു തോട്ട് പ്രോസസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ മെയിൽസിന്റെ കാര്യത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരൊരു ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു എന്താ പറയാ ഒരു ബ്രീത്തിങ്ങിൽ വരുന്ന ഡിഫറൻസ് അതിൽ നിന്ന് അവിടെ പങ്കാളിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ ഒരു ലിംഗോധാരണം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ബലം, നീളം, ബാക്കി കാര്യങ്ങളിലൊക്കെ മീൻസ് ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ടൈമിലാണ്. അപ്പൊ അവിടെ ആ ഒരു ഉദ്ദീപനം വരുന്നതും ആ ഒരു സമയത്താണ് നമുക്ക് അതെടുക്കാൻ പറ്റും. പിന്നെ വരുന്ന ഫേസ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റോ ഫേസ് ആണ്. അപ്പൊ പ്ലാറ്റോ ഫേസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഈ ഒരു പറഞ്ഞല്ലോ ഉത്തേജനം സംഭവിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ആ ഉത്തേജനത്തിന്റെ ഏറ്റവും അവസാനത്തെ സമയത്ത് നമ്മളുടെ ശരീരത്തിന്റെ മാനസിക ആ ഒരു അവസ്ഥയിലും വരുന്ന ആ ഒരു മാറ്റത്തിന്റെ ആ ഒരു എക്സ്റ്റെന്റ് ആണ് അവിടെ പ്ലാറ്റോ ഫേസിലേക്ക് ഉണ്ടാവുക. പിന്നെ ലാസ്റ്റ് നമുക്കറിയാം ഓർഗാസം അല്ലെങ്കിൽ രതിമൂർച്ച എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് പുരുഷന്മാരിൽ ആ ഒരു വൃഷ്ണസഞ്ചിക്ക് ചുറ്റുമുള്ള പേശികൾ വലിഞ്ഞു മുറുകയും അതോടൊപ്പം തന്നെ ആ ലിംഗത്തിന്റെ ഭാഗത്തുള്ള പേശികൾ സങ്കോചിക്കാനും വികസിക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു അതിന്റെ ആ ഒരു പീക്കിലേക്ക് മെയിൽസ് എത്താറാണ് പതിവ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എമിഷനിലേക്കാണ് പോവുക. അപ്പൊ ഈ എമിഷൻ വരുമ്പോഴത്തേക്കും ബീജം സൂക്ഷിച്ചിരിക്കുന്ന വാസ് ഡെഫറൻസ് അതല്ലെങ്കിൽ സെമിനൽ വെസിക്കിളിലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇവിടെ എല്ലായിടത്തും ഉള്ള ആ ഒരു പേശിയുടെ സങ്കോചം കൊണ്ട് ആ ഒരു ഫ്ലൂയിഡ് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയി തന്നെ എത്ര ടൈമിങ്, എങ്ങനെ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ഇപ്പം എറോസൽ എങ്ങനെ ഉണ്ടാക്കാം, പ്ലാറ്റോ ഫേസിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എക്സൈറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ അത് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഓർഗാസം വരുമ്പോൾ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. പിന്നെ പ്രകൃതി തന്നെ ഓൾറെഡി ഒരു ഡിസ്പാരിറ്റി, അതായത് ഒരു എന്താ പറയാ ഒരു നമ്മൾ പറയില്ലേ ഇക്വാലിറ്റി, ജെൻഡർ ഇക്വാലിറ്റി എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പൊ പ്രകൃതി ഇറ്റ്സെൽഫ് തന്നെ നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു ഡിസ്പാരിറ്റി ഓൾറെഡി ഈ ഒരു കാര്യത്തിൽ കാണിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മൾ കടലും കരയും പോലെയാണ് പുരുഷനും സ്ത്രീയും എന്ന് പറയാറ്. അതായത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ആക്ട്, ഈ പ്രോസസ്, ഈ സ്റ്റേജസ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അത് കടന്നു പോവാറാണ് പതിവ്. ഒരു 5 to 10 minutes ഒക്കെ തന്നെ മാക്സിമം. ചില കേസസിൽ ചിലപ്പോൾ 15 minutes വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയാലായി എന്നുള്ളതാണ്. പക്ഷെ ഈ എമിഷൻ സ്റ്റേറ്റ് കഴിഞ്ഞതിന് ശേഷവും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അരമണിക്കൂർ മുതൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ വരെ ഈ ഒരു സ്റ്റേജ് തുടർന്നു പോവും എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് മെയിൽ സൈഡിൽ വന്നിട്ട് ആക്ട് കംപ്ലീറ്റ് ആവുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ ഫീമെയിൽ സൈഡിൽ അത് തുടങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല. ആ ഓർഗാസം എന്ന് പറയുന്നത് തുടങ്ങിയിട്ട് പോലും ഉണ്ടാകില്ല എന്നുള്ള ആ ഒരു ഫീലുണ്ട്. അപ്പൊ ഈ ഡിസ്പാരിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പം ഫോർ പ്ലേ അല്ലെങ്കിൽ ആഫ്റ്റർ പ്ലേ അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമ്മളിവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ അടുത്ത് വരുന്നത് ഡയബറ്റിക് പേഷ്യൻസ് ആണ്. ഓൾറെഡി നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിന്റെ പ്രോബ്ലംസ് ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഡയബറ്റിക് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് ചെറുപ്പക്കാരല്ല നമ്മളുടെ ഫ്രണ്ടിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞായാൽ മതി എന്ന് വിചാരിച്ച്
എന്ത് റിസ്ക് വേണോ എടുക്കാം എന്ന് തയ്യാറായി വരുന്നവരും അല്ല നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ അവരുടെ അസുഖത്തിൻ്റെതായ ഡയബറ്റിക് മെലിറ്റസിൻ്റെതായിട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകൾക്കും അവർക്ക് ഉണ്ട്. ആ സെയിം ടൈമിൽ തന്നെ അവർക്ക് വർക്ക് ലൈഫ് ബാലൻസ് ചിലപ്പോൾ പ്രോപ്പർ ആയിരിക്കില്ല, ചിലപ്പോൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ആയിരിക്കാം, ചിലപ്പോൾ വന്നിട്ട് മാനസിക ഇപ്പം ഇമോഷണലി മാത്രമല്ല ഫിനാൻഷ്യലി വളരെ നല്ല രീതിയിൽ ക്രൈസിസ് അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ഒരു മിഡ് ലൈഫിൽ വന്നിട്ട് ഞാൻ ഒന്നും ആയില്ല അല്ലെങ്കിൽ ഞാനൊന്നും നേടിയില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ മുന്നോട്ടേക്ക് ലൈഫ് കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ പല കാറ്റഗറീസ് ഉള്ള ആൾക്കാരാണ് നമ്മളുടെ അടുത്തേക്ക് എത്തുക. അപ്പൊ നമ്മൾ അനാട്ടമി അല്ലെങ്കിൽ ഫിസിയോളജി അല്ലെങ്കിൽ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ഹോമിയോപ്പതി, മയാസം, ബാക്കി കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് അറ്റ്ലീസ്റ്റ് നമ്മൾ അവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ കേസ് ടേക്കിങ്ങിലാണ് മനസ്സിലാക്കുക. ഇപ്പം നമ്മളടുത്താണ് ഇവിടെയാണ് അങ്ങനെ ഒരു പേഷ്യന്റ് വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാല് കുറച്ച് വന്നിട്ട് കുറച്ച് നമ്മൾ ആ ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അതിനെ ഇമോഷണൽ ഫസ്റ്റ് എയ്ഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരാളും 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരില്ലല്ലോ. അതായത് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അവർ ഒരിക്കലും നമ്മളെ തേടി വരില്ലല്ലോ. ഇനി പ്രത്യേകിച്ച് മറ്റെന്തൊരു അസുഖമായിട്ട് വരുന്നത് പോലെയല്ല, ഈ ഒരു അസുഖമായിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ പ്രത്യേകം കെയർ കൊടുക്കണം. കാരണം ഒരിക്കലും അതായത് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളെ തേടി വരികയുള്ളൂ എന്നുള്ളതാണ് സത്യം. മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി ഒരാള് നമ്മളടുത്ത് ട്രീറ്റ്മെന്റിന് വരുമ്പോൾ അത് അയാൾക്ക് ആവശ്യമുള്ളതാണോ ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണോ വരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വൈകാരിക ബുദ്ധി നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ വരുന്ന ആൾക്കാരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ആക്ച്വലി ഒരു ട്രീറ്റ്മെന്റിനായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഓളി ഒന്ന് റെഡ്യൂസ് ചെയ്യോ, ആഡി ഓളി ഡോർ ക്ലോസ് ചെയ്യോ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്, റിയലി സോറി. അപ്പോൾ ഇതിനകത്ത് വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും അത് അസസ് ചെയ്യണം എങ്കിൽ ഒരാള് അനുഭവിക്കുന്ന ദുഃഖം, ദുരിതം അല്ലെങ്കിൽ സ്ട്രെസ്, ബാക്കി കാര്യങ്ങൾ നമുക്ക് കൂടി ഫീൽ ചെയ്യാനും നമുക്ക് കൂടി നമുക്ക് കൂടി അത് മനസ്സിലാവാൻ സാധിക്കണം എന്നുള്ളതാണ്. പൊതുവെ നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങൾ മറ്റൊരാൾ പറയുമ്പോൾ നമുക്കത് കെട്ടുകഥകളായിട്ട് ഫീൽ ചെയ്യും എന്ന് നമുക്കറിയാം. ഈ ഒരു കേസിൽ അങ്ങനെയല്ല, നമ്മൾ ഇൻഡെപ്തിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇമോഷണൽ ഫസ്റ്റ് എയ്ഡ് ഞാൻ പൊതുവെ ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് പിന്നെ മെഡിസിൻസിലേക്ക് പോകുമ്പോൾ ടൈമിന്റെ ആ ഒരു ഡിഫറൻസ് വരുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തെറാപ്യൂട്ടിക്സ് പറഞ്ഞു പോകാനാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇമോഷണൽ ഫസ്റ്റ് എയ്ഡ് വരുമ്പോൾ ഇങ്ങനെ ഉള്ളവർക്ക് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം അക്കോണൈറ്റ് നമ്മൾ എല്ലാവരും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഒരു പെട്ടെന്നൊരു റെസ്പോൺസിൽ അവർക്ക് വരുന്ന ഒരു ഇമോഷണൽ ഷോക്ക്, ഫ്രൈറ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് അക്കോണൈറ്റ് കൊടുക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ കോളേജിൽ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ കുറച്ചു കാലമായിട്ട് പ്രണയത്തിലായിരുന്ന രണ്ടാൾക്കാർ, അതല്ലെങ്കിൽ നമ്മൾ അച്ഛനെ പോലെ കണ്ട ഒരാൾ അല്ലെങ്കിൽ മകളെ പോലെ കണ്ട ഒരാൾ, അങ്ങനെ നമ്മൾ ഒരു ഫിസിക്കൽ അബ്യൂസ് പ്രതീക്ഷിക്കാത്ത ഒരു സർക്കംസ്റ്റാൻസിൽ ആ ഒരു സമയത്ത് ഒരാൾ നമ്മളടുത്ത് മോശമായി പെരുമാറിയില്ല, പക്ഷെ മോശമായി പെരുമാറാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു സഡൻ ഷോക്ക് ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ നമുക്ക് ചില സമയത്ത് കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ അക്കോണൈറ്റ് അവർക്ക് കൊടുത്ത് ആ അക്കോണൈറ്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ സെക്കൻഡ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആർണിക്ക പ്രിഫർ ചെയ്യാറുണ്ട്. ആർണിക്ക പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരെ ആക്ച്വലി ഇമോഷണലി അവർക്ക് പ്രശ്നമാണ്, പ്ലസ് ഫിസിക്കൽ ട്രോമ കൂടെ ഉണ്ടെങ്കിൽ എന്നുള്ളതാണ്. ഇപ്പൊ തൊഴിലിടങ്ങളിലെ ചൂഷണം എന്ന് പറയുന്നത് വളരെയധികം വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ജോലി ഇപ്പൊ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ പറയും, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ജോലി വേണ്ടാന്ന് വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അവിടെ പോകുന്നു, അല്ലെങ്കിൽ നിന്റെ അടുത്ത് ഞാൻ പോകണ്ട എന്ന് പറഞ്ഞിട്ട് നീ പോയത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. അങ്ങനെയല്ല, അവർക്ക് ആ ജോലി അവരുടെ ജീവിതത്തിൽ വളരെയധികം ആപേക്ഷികമാണ്. കാര്യം അവരുടെ കുട്ടികളുടെ പഠിത്തം, അല്ലെങ്കിൽ ഫീസ്, വീടിന്റെ വാടക, അല്ലെങ്കിൽ മറ്റ് ദൈനംദിന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരാളെ
നമ്മൾ മൊത്തത്തിൽ ഇല്ലാതാക്കി കളയുക അല്ലെങ്കിൽ അവരുടെ വരുമാനം അങ്ങനെയല്ല. നമ്മൾ ആ ഏതൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അവിടെ നിന്ന് അവർക്ക് കോട്ടം ഉണ്ടാവാതെ ഫൈറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അതും നമ്മുടെ മുന്നിൽ വരുന്നവരോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഉപകാരമാണത്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോൾ ആർമിക്ക് നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്കറിയാം ഇഗ്നേഷ്യൻ സ്റ്റാഫിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള രണ്ട് അനുഗ്രഹങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇഗ്നേഷ്യൻ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാലും നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അക്യൂട്ട് ആയിട്ടുള്ള ആ ഒരു ഇമോഷൻ, ഷോക്ക്, ഫ്രൈറ്റ് ഇതൊക്കെ അവരുടെ ഉള്ളിലുണ്ട്. അത് ആ സെയിം ഇതിൽ തന്നെ ആ പേഷ്യന്റ് വന്നിട്ട് അവരുടെ ആ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വർത്താനം പറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വളരെ ചേഞ്ചബിൾ സ്പാസ്മോഡിക് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ സാധാരണ അവർക്ക് ഇഗ്നേഷ്യ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെയാണ്. ഇനി സമോണിയം നമുക്ക് അറിയാം, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് വരുന്ന ഏതൊരു വ്യക്തിക്കും നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഇപ്പൊ നമ്മള് പൊതുവെ സമോണിയം നമ്മളെ മനസ്സിൽ ഓടി വരുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ അല്ല, നമുക്ക് ഈ ഒരു ആസ്പെക്റ്റിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ആകാംക്ഷ, പേടി, അല്ലെങ്കിൽ ഒരു അപകർഷത, ഗ്രീഫ് എല്ലാം കൂടെ മിക്സ് ചെയ്ത അങ്ങനത്തെ ഒരാളെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് കോഫി കൊടുക്കാം. പിന്നെ നമ്മളെ ഒരു പ്രൊഫഷണൽ കെയറിൽ നമുക്കൊരു എന്താ പറയാ, നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ബേസ്മെന്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ പേഷ്യന്റിൽ ഇടാൻ സാധിക്കുന്നത് സ്റ്റാഫ് വെച്ചിട്ടാണ്. ആ സ്റ്റാഫ് വെച്ചിട്ട് നമുക്കൊരു അതായത് അവരുടെ ഉള്ളിലൊരു ലോങ് ടേം ഇഫക്റ്റ് ഓഫ് അബ്യൂസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരെ ഒരു മിസ്ട്രീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്തതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് അത് സൈലന്റ് ആയിട്ട് സഫർ ചെയ്യാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ, അതായത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോമിയോ ഡോക്ടർ, ആ ഡോക്ടറിന്റെ ഒരു ജൂനിയർ. ഓക്കെ, അപ്പൊ ഒരുപാട് വർഷമായിട്ട് ആ സാറിന്റെ കൂടെയാണ് ആ കുട്ടി. മീൻസ് നല്ല അനുസരണയുള്ള കുഞ്ഞാട്. ഓക്കെ, അപ്പൊ കുഞ്ഞാട് പതിയെ പതിയെ ഹോമിയോപ്പതിയിൽ എന്തെങ്കിലുമൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആവണം എന്നുള്ള, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ ഒന്ന് നന്നായി പ്രാക്ടീസ് ചെയ്യണം, എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവണം എന്ന് വിചാരിച്ച് കുറച്ച് റിസ്ക് എടുത്ത് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ ശ്രമിക്കുന്ന ഒരു ജൂനിയർ ഡോക്ടർ. അപ്പൊ ആ ഡോക്ടർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്. ആക്ച്വലി എനിക്ക് പെട്ടെന്ന് കേട്ടപ്പം എന്ത് പറയും എന്നുള്ളത് ഞാൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. എന്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, അത് സാർ എന്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് സ്പിരിറ്റ് കച്ചവടം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ 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 ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ അതല്ല, അത് ഞാന് സാറ് വാങ്ങുന്നതിനേക്കാളും കുറച്ച് പൈസയും കൂടെ ഞാൻ കൂടുതൽ ഇത് പേഷ്യന്റ് വരുമ്പോ വാങ്ങുന്നുണ്ട്. സാറിന് ഒരുപാട് കേസ് ഉണ്ട്, എനിക്കൊരു ദിവസം 1 2 അല്ലെങ്കിൽ കൂടിപ്പോയ 3 കേസ് കിട്ടാറുള്ളൂ. അപ്പൊ എന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അന്ന് വെച്ചിട്ട് ആ ഡോക്ടർ ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ എനിക്ക് മറ്റേ ആളും എനിക്ക് വിലപ്പെട്ടതാണ്, ഈ ആളും എനിക്ക് വിലപ്പെട്ടതാണ്. അപ്പൊ ഞാൻ ആ ഡോക്ടറിനോട് പറഞ്ഞെന്ന് പറഞ്ഞാല് ഇൻസൾട്ട് ആണ്. നമ്മളെ വെള്ളം അങ്ങനെയാണ് തോന്നുന്നത് സിനിമയുടെ പേര്. അതിൽ പറയുന്നത് വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. ഇൻസൾട്ട് ആണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത് ഇൻസൾട്ട് ആണ്. ആ ഇൻസൾട്ട് ഇന്ന് ഒരിക്കലും, അതായത് എത്രത്തോളം നമ്മൾ എഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, അത് ഏത് ആസ്പെക്റ്റിലാണെങ്കിലും എത്രത്തോളം നമ്മൾ എഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സൈലന്റായി പുറത്തു കിടക്കാൻ സാധിച്ചാൽ അതുപോലെ മിടുക്കുള്ള ആൾക്കാർ വേറെ ഉണ്ടാവില്ല. അപ്പൊ അതൊരു സ്റ്റാഫി കേസ്, അതായത് ഇമോഷണൽ കിറ്റിൽ കൊടുത്തൊരു സ്റ്റാഫി കേസ്. നമ്മൾ സെക്ഷലി റിലേറ്റഡ് കംപ്ലൈന്റ്സ് എടുക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി പ്രൈമറി അല്ലാതെ നമ്മൾ കേസ് എടുത്താലും നമുക്ക്, അതായത് അവർ ഫിസിക്കലി 100% ഫിറ്റ് ആണ് എങ്കിൽ പോലും അവർക്ക് കിട്ടിയ ഇൻസൾട്ടുകൾ ഉണ്ടല്ലോ, ഭാര്യയുടെ സൈഡിൽ നിന്ന് ഭർത്താവിനും, ഭർത്താവിന്റെ സൈഡിൽ നിന്ന് ഭാര്യയ്ക്കും, അല്ലെങ്കിൽ ഇൻലാസിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിൽ നിന്നോ ഒക്കെ കിട്ടിയ ആ ഇൻസൾട്ട് ഉണ്ടല്ലോ, ആ ഇൻസൾട്ട് മാത്രം മതിയാവും ഒരിക്കലും ഒരു കാലത്തും ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നുള്ളതല്ല ആ ബെഡിലേക്കോ ആ റൂമിലേക്കോ ഒന്ന് കയറാനോ പോവാനോ പോലും കൂട്ടാക്കാത്ത എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കാര്യം അവർക്കെല്ലാം ഉണ്ട്. സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ അമ്യൂണിറ്റീസ് ഉണ്ടോ, ഉണ്ട്, സോഷ്യൽ ലൈഫ് ഉണ്ടോ, ഉണ്ട്. അപ്പൊ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അവരെ പോലെ ആവാൻ നമ്മൾ അവരെ പോലെ ആയില്ലല്ലോ എന്നുള്ളൊരു ഫീലിൽ അതായത് അവരെ കണ്ട് അസൂയപ്പെടുന്ന ഒത്തിരി പേര് ചുറ്റും നമുക്ക് പുറത്തും ഉണ്ടായിരിക്കാം. പക്ഷെ ഇത് നമ്മളെ പ്രൈമറി ആയിട്ടല്ല, സ്റ്റാഫി അല്ലാതെ നമുക്ക് വർക്ക് ചെയ്യും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫോസ്ഫോറിക് ആസിഡ് ആണ്. ഫോസ്ഫോറിക് ആസിഡിലേക്ക് നമ്മൾ അതിന്റെ ഇൻ ഡീറ്റെയിൽ വേറെ വരും. ഇവിടെ എന്ന് വെച്ചാൽ ആ ഗ്രീഫ് അത്രയും വന്നിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ആ പേഷ്യന്റിന് തോന്നില്ല. ആ പേഷ്യന്റ് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് അതിനു മുമ്പ് വരെയും ഒരു വലിയ കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഇപ്പൊ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്, ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് അവരെ
ഈ ഏതെങ്കിലും തരത്തിലുള്ള ഈ സെക്ഷലി റിലേറ്റഡ് ഇൻസൾട്ടോ അല്ലാതെയുള്ള ഇൻസൾട്ട് അവരെ എത്തിച്ചിരിക്കുന്നത് അതിലായിരിക്കും. അത്തരക്കാർക്ക് നമ്മൾ ഇനിയിപ്പോ ഡാമിയാന, അശ്വഗന്ധ, ജിൻസൺ, നഫ്ലൂട്ടിയം അങ്ങനെ പ്ലസ് 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 ഇനി എന്തൊക്കെ തന്നെ ആ മെഡിസിൻസിലേക്ക് നമ്മൾ പോയാലും അവർക്ക് ആദ്യം നമ്മൾ ഇത് കൊടുത്ത് അറസ്റ്റ് ചെയ്യാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. പിന്നെ ചില കേസസിൽ നമുക്ക് ജെൽസീമിയം കൊടുക്കാൻ സാധിക്കും. അതായത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുൾ അല്ലെങ്കിൽ ഫ്രൈറ്റ്ഫുൾ ആയിട്ടുള്ള ഈവൻസ് ക്രോസ് ചെയ്ത് വന്ന ആൾക്കാരായിരിക്കാം. അവർക്ക് അതായത് ഒന്നും അങ്ങോട്ട് കോപ്പപ്പ് ചെയ്യാൻ അവർക്ക് ഇനി എനിക്ക് ഒന്നിനും വയ്യ എന്നുള്ള ആ ഒരു രീതിയിലായി പോകുന്ന ആൾക്കാരായിരിക്കാം. പിന്നെ ഇത് ഇത്രയും വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫസ്റ്റ് എയ്ഡ് വന്നിട്ട് നമുക്കത് പ്രോപ്പറൈസ് ചെയ്ത് പോവാൻ സാധിക്കും. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി സെക്ഷൽ ഡിസോർഡേഴ്സ് എന്ന് നമ്മൾ പറയുമെങ്കിലും ആ സെക്ഷൽ ഡിസോർഡേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ ലൈംഗിക വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ ലൈംഗിക വൈകല്യങ്ങളിൽ തന്നെ ഇപ്പൊ ലൈംഗിക അഭിലാഷ വൈകല്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉത്തേജനത്തിന്റെ വൈകല്യമുണ്ട്, അല്ലെങ്കിൽ രതിമൂർച്ചയുടെ വൈകല്യമുണ്ട്, പിന്നെ എന്താണ് ലൈംഗിക വേദന കൊണ്ടുണ്ടാവുന്ന വൈകല്യങ്ങളുണ്ട്, പിന്നെ എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട് അവർക്കുണ്ടാവുന്ന ലൈംഗിക വൈകല്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ലഹരി വസ്തുക്കളൊക്കെ അമിതമായി ഉപയോഗിച്ചിട്ട് അവർക്ക് അതുകൊണ്ട് വരുന്ന ഇത്തരം പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അല്ലാതെ തന്നെ മാനസികമായിട്ട് അവർ വെൽബീയിങ് അല്ലാതെ വരുന്ന ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കരമായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്കണ്ഠ, എപ്പോഴും ചിന്ത, ആശങ്ക, ദുഃഖം, അല്ലെങ്കിൽ ഭയം, കോപം, പശ്ചാത്താപം, അസൂയ, അല്ലെങ്കിൽ ആകെ മൊത്തത്തിൽ അവർ ഇറിറ്റേറ്റഡ് ആയിരിക്കും. അത്തരക്കാരിൽ നമ്മൾ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് ഒരു 2 or 3 അല്ലെങ്കിൽ 1 മാസമോ പ്ലാസിബോയിൽ പോയാലും കുഴപ്പമില്ല. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് പറ്റുന്ന തരത്തിൽ നമ്മൾ അവരെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ വന്നിട്ട് കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഉള്ളത് നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരും ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അപ്പൊ ഇനിയിപ്പോ ഹോമിയോപ്പതി കാണിക്കാം, ഹോമിയോപ്പതിയാണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടറാണ്, ആ ഡോക്ടറാണ് നല്ലത് എന്ന് പറഞ്ഞ് നമുക്ക് നമ്മളുടെ അടുത്തേക്ക് വരുന്ന കേസസ് എത്രത്തോളം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാ സ്ഥലവും ഈ പറഞ്ഞ മാതിരി എവിടെ നിന്നൊക്കെ എന്തൊക്കെ കിട്ടാമോ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും മോസ്റ്റ്ലി നമ്മുടെ അടുത്തേക്ക് എത്തുക. അപ്പൊ ഇവര് ഒരു 40 to 70 ഇയേഴ്സിന് ഇടയിലുള്ള ആൾക്കാരിലാണ് പണ്ടൊക്കെ അതായത് 40 വയസ്സിനും 70 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൾക്കാരുടെ ഒരു കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു 50-55% ആൾക്കാരിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതും. ഇവരൊക്കെയാണ് ചികിത്സ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു ട്രാക്ക് നമുക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ പലവിധ പഠനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇവരൊക്കെയാണ് ചികിത്സ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എല്ലാവരും ചികിത്സ എടുക്കുന്നുണ്ട്. ഇനി വേറൊരു കാര്യം, ചികിത്സ എടുക്കാൻ വരുന്ന ടൈമില് കല്യാണം കഴിച്ചതാണോ, ഭാര്യയുണ്ടോ, ഭാര്യയോടൊപ്പം തന്നെയാണോ ഈ ബാക്കി കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ വിഡോ ആണ്, അല്ലെങ്കിൽ കല്യാണമേ കഴിച്ചിട്ടില്ല ബാച്ചിലർ ആണ്, അതോ അല്ലെങ്കിൽ ഇപ്പൊ 2 സെക്ഷന്റെയും കാര്യം പറയണം, അല്ലെങ്കിൽ ബാച്ചിലർ ആണ്, അല്ലെങ്കിൽ ഈ ആത്മീയതയുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് നമ്മൾ സദാചാര പോലീസ് അല്ല, നമ്മൾ ഫിസീഷ്യൻസ് ആണ്. നമ്മൾ ഇരിക്കുന്നത് ചികിത്സിക്കാനാണ്. നമ്മൾ അടുത്തേക്ക് വരുന്നത് ആര് തന്നെയാണെങ്കിലും നമ്മൾ അവർക്ക് ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ അതിനകത്ത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ കോണിയത്തിന്റെ കാര്യം നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയി, അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി, അങ്ങനെയൊക്കെ ഉള്ള കേസസിൽ നമ്മളടുത്ത് വരുമ്പോൾ നമ്മൾ ഇപ്പൊ പ്രത്യേകിച്ച് ഒരു മെഡിസിൻ നമ്മളെ മനസ്സിൽ വന്നില്ല എങ്കിൽ നമുക്ക് കൊണിയം ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം. അതിന്റെ ആ ഒരു ആക്ഷൻ അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇനി അതല്ല, ഇപ്പൊ നമുക്കറിയാം അതിഥി തൊഴിലാളികൾ അല്ലെ, ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളം ഫുള്ളിപ്പോ അവരുടെ കയ്യിലായി കഴിഞ്ഞു. അപ്പൊ അവര് നമ്മളെക്കാൾ നന്നായി മലയാളവും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് കുട്ടികളൊക്കെ ഇവിടുത്തെ സ്കൂളിലെ ടോപ്പേഴ്സും ആയി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ക്രൈം റേറ്റ്സും അവരെ കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇവര് അതായത് നമ്മളടുത്ത് മരുന്ന് വാങ്ങാൻ വരുന്ന മാത്രമല്ല, ഇവരൊക്കെ പ്രെസ്ക്രിപ്ഷൻ കൊണ്ടുവരാറുണ്ട്. ഇവരുടെ കയ്യിലെല്ലാം കോമൺലി നമ്മൾ നോക്കുമ്പോൾ സ്റ്റാഫിസ് ആഗ്ര വണ്ണം, അത് ആ പ്രെസ്ക്രിപ്ഷൻ കൊണ്ടാണ് ഇവർ കൂടുതലും വരാറുള്ളത്. അതായത് അവരെ നാട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഫാമിലി ഇവിടെ ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ടല്ലോ.
അപ്പൊ ആ ഒരു സെക്ഷൽ ഫങ്ഷന്റെ ആ ഒരു കുഴപ്പം അല്ലെങ്കിൽ അത് അവർക്കൊരു അഭാവോ ബാക്കി കാര്യങ്ങളോ ഉള്ളത് കൊണ്ട് അവർ അവിടെ നിന്ന് തന്നെ മരുന്ന്, അതായത് കാപ്പി വണ്ണം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നമ്മളെ നാട്ടില് മറ്റേ പനി വന്നാലോ തലവേദന വന്നാലോ എന്ത് വന്നാലും ഡോളവും പാരസെറ്റമോളും ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അതായത് അത് കഴിഞ്ഞിട്ട് ഇനി വേറെ എന്തോ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കാപ്പി വണ്ണം എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അവര് നമ്മൾ വന്നിട്ട് നമ്മൾ അവരോടും കഴിവതും അത് പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓരോ കംപ്ലൈന്റിനും ഓരോ ഫോർമാറ്റാണ്, കേസ് ഫോർമാറ്റ് ഓരോന്നാണ്. അപ്പൊ ആ ഒരു കേസ് ഫോർമാറ്റ് എന്ന് പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഇതിനകത്ത് വന്നിട്ട് IIEF അതാണ്, അതായത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇത്തരം സെക്ഷൽ കംപ്ലൈന്റ്സ് നമ്മൾ ടൈപ്പ് ചെയ്താലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഏറെ കിട്ടും. IIEF ആണ്. അപ്പൊ അത് വന്നിട്ട് അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് നമ്മൾ എടുത്തു വെച്ചേക്കാം. ആ പ്രിന്റ് ഔട്ട് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ അതല്ല ഏത് ലാംഗ്വേജിലാണോ നമുക്ക് ആവശ്യം ആ ലാംഗ്വേജിലേക്ക് ഒരു ഫിസിക്കൽ കോപ്പി, ഒരു സോഫ്റ്റ് കോപ്പി നമ്മൾ എടുത്തു വെച്ചേക്കാം. കാര്യം ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം ഓൺലൈൻ കൺസൾട്ടിങ്ങിന്റെ ആ ഒരു കാലഘട്ടമാണ്. നമ്മൾ എവിടെ ഇരുന്നാലും നമുക്ക് ഏത് സ്ഥലത്തുള്ള പേഷ്യൻസിനെ നമുക്ക് ചികിത്സിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഗ്ലോബലി എവിടേക്ക് വേണമെങ്കിലും മരുന്ന് അയക്കാം, നമുക്ക് സ്വന്തമായി അയക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിന് വേറെ ഏജൻസി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ വഴി അയക്കാം. അല്ലെങ്കിൽ ആ രാജ്യത്തെ ഫാർമസി ആയിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ടാക്കാം. അങ്ങനെ പല തരത്തിലുള്ള സോഴ്സസ് നമുക്കിന്ന് അവൈലബിൾ ആണ്. അപ്പൊ നമ്മളും ഈ പറഞ്ഞ മാതിരി കേസ് എടുക്കുമ്പോൾ നമ്മളുടെ ഫ്രണ്ട് ഇരിക്കുന്ന ഒരാൾ, ഇപ്പൊ ഒരു ഡോക്ടർക്ക് ഒരുപാട് അസുഖങ്ങളെ കുറിച്ച് അറിയായിരിക്കും, പക്ഷെ ഒരു പേഷ്യന്റ് ഒരുപാട് അസുഖങ്ങളെ കുറിച്ച് അറിയായിരിക്കും. എല്ലാ കണ്ടീഷൻസിന്റെയും എല്ലാ ഫേസും എല്ലാ ആസ്പെക്റ്റും അപ്ഡേറ്റ് ആവണം എന്ന് നിർബന്ധം ഇല്ല. പക്ഷെ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഒരു പേഷ്യന്റ്, അയാൾക്ക് ആ അസുഖം മാത്രമേ കാണുള്ളൂ. ആ അസുഖത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിട്ടായിരിക്കും അവര് നമ്മുടെ മുന്നിലേക്ക് വരിക. പിന്നെ AI കാലഘട്ടമാണ്. അപ്പൊ നമുക്കറിയാം അവർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവരതനുസരിച്ച് എല്ലാം അറിഞ്ഞും കേട്ടും, ഈവൻ നമ്മൾ കുറച്ച് സമയം കൊടുക്കുകയാണെങ്കിൽ നമ്മളെ അവർ ഹോമിയോപ്പതി പഠിപ്പിച്ചു തരും. ഇതങ്ങനെയാണ്, അതിങ്ങനെയാണ്, മറ്റേത് ഇങ്ങനെയാണ്, ഈ പൊട്ടൻഷ്യലിൽ എനിക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന ആൾക്കാരും ഇപ്പൊ കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമ്മള് സെക്ഷുവൽ ഡിസോർഡേഴ്സ്, അത് മലയാളം ക്ലാസ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. സെക്ഷുവൽ ഡിസോർഡേഴ്സ് വന്നിട്ട് സെക്ഷുവൽ ഡിസ്ഫങ്ഷണൽ സിംറ്റംസ് പ്രൈമറി, പിന്നെ ലാക്ക് ഓഫ് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഫ്രം സെക്ഷുവൽ ബിഹേവിയർ, അതായത് നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരുടെ ആ ഒരു സെക്ഷൽ ബിഹേവിയർ കൊണ്ട് നമുക്ക് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാതിരിക്കുക. അതൊരിക്കലും നമ്മളുടെ പ്രശ്നം അല്ല, അത് നമ്മളുടെ ഡിസീസ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ മുന്നിൽ പേഷ്യന്റ് ആയിട്ട് വന്ന ആളിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആളിന്റെ പ്രശ്നമാണ്. ഇപ്പൊ റീസെന്റ് 3 ദിവസം മുമ്പ് വന്നൊരു പേഷ്യന്റ് ആണ്. പുള്ളി അത്യാവശ്യം നല്ലൊരു പോസ്റ്റിംഗ്, റിട്ടയർ ആയ ഒരാളാണ്. കാഴ്ചയിൽ നമുക്ക് അങ്ങനെ റിട്ടയർ ആയ ആളായിട്ടൊന്നും തോന്നില്ല, നല്ല യങ് ആണ്, ചാമിങ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ തോന്നും. അപ്പൊ പുള്ളിക്ക് ഡയബറ്റിസ് ഉണ്ട്, പ്ലസ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ട്. ഓക്കെ, പുള്ളി അപ്പൊ മരുന്ന് വാങ്ങാൻ വരുന്നു. അപ്പൊ നമ്മൾ കേസ് ഒക്കെ എടുക്കുന്നു. അത് കഴിഞ്ഞ് മരുന്ന് എടുക്കാൻ ഉള്ളിലേക്ക് പോകുമ്പോൾ പുള്ളിയുടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പൊ ഇവര് തമ്മിൽ സംസാരിക്കുന്നു. ചില സംസാര ഭാഗങ്ങൾ നമുക്ക് അവിടെ കേൾക്കാലോ. അപ്പൊ ഞാൻ തിരിച്ചു വന്നു. അതായത് മരുന്ന് എടുക്കാൻ പോയി, മരുന്ന് എടുത്തു തുടങ്ങി, ആ മരുന്നൊക്കെ അവിടെ വെച്ച് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഞാനിങ്ങനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോൾ, അതായത് വൈഫിനോട് ഈ പുള്ളി എപ്പോഴോ പറഞ്ഞു, നീ ഞാനായിട്ട് സഹകരിക്കാത്തത് കാരണം എനിക്ക് പൈസ കൊടുത്ത് പുറത്തു പോവാൻ വേറെയും ആൾക്കാരൊക്കെ ഉണ്ട്, ഓക്കെ എന്ന് ഈ പുള്ളി വൈഫിനോട് പറഞ്ഞു. എന്നിട്ട് ഈ പുറത്തു പോകുന്ന ആൾക്കാരെ പറ്റിയാണ് ഞാൻ അകത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഇരുന്ന ഫ്രണ്ടുമായിട്ടുള്ള ആ ഒരു ഡിസ്കഷൻ അവിടെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ശരിക്കും വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്നാണ് അവർ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത് കേൾക്കാൻ സാധിക്കില്ലായിരുന്നു. ഓക്കെ, അപ്പൊ അത് അയാളുടെ ഫിസിക്കൽ പ്രശ്നം അതിനേക്കാൾ ഉപരി അയാളുടെ വൈഫിന് അയാൾ കൊടുത്തൊരു മെന്റൽ ട്രോമയാണ്. കാര്യം അവര് പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടാവാറില്ല, ഉണ്ടാവാൻ വേണ്ടി വന്നാൽ തന്നെ അവളുടെ സൈഡിൽ നിന്ന് യാതൊരു പ്രതികരണവും ഇല്ല, ഞാൻ എന്തോ ഒരു നേരത്തെ തീർക്കുന്ന പോലെ അത് അങ്ങനെ അങ്ങ് പോവും, അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ, അത് അവരും ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, ബിക്കോസ് ഷീ ഈസ് ഓൾസോ ഹാവിങ് ഫീലിംഗ്സ്. ഓക്കെ, അവരുടെ സെൽഫ് റെസ്പെക്ട് ഹർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ വൈഫ് എന്നുള്ളൊരു പദവിക്ക് കോട്ടം സംഭവിക്കുന്നു, സോ ഓബ്വിയസ്ലി ഷീ വിൽ റിയാക്ട്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കേസിൽ അത്, അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അസുഖത്തിന്റെ മരുന്ന് എന്നുള്ളതല്ല, നിങ്ങൾ ഇത്രയും ഈ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വരണം. നിങ്ങൾക്ക് തൽക്കാലം ഒരു എന്താ പറയാ, ഒരു താല്പര്യം കൂടാനുള്ള ഒരു ടോണിക് പോലെയുള്ള മെഡിസിൻ ആണ് ഇപ്പൊ തരുന്നത്, വേറെ മരുന്നൊന്നും തരുന്നില്ല. നിങ്ങൾക്ക് മരുന്ന് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈഫുമായി തിരിച്ചു വരണം. വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം. വൈഫുമായി തിരിച്ചു വരണം. ഓക്കെ,
അപ്പൊ പിന്നെ ഉള്ളത് സെക്ഷൽ ഐഡന്റിറ്റി ഡിഫിക്കൽട്ടീസ് ആണ്. നമുക്കറിയാം സെക്ഷൽ ഐഡന്റിറ്റി ഡിഫിക്കൽട്ടീസിൽ പല അധികം കാറ്റഗറീസ് ഉണ്ട്. അല്ലാതെ തന്നെ ഇപ്പൊ നമ്മള് ആണ് പെണ്ണ് എന്നുള്ളത് മാത്രമല്ല, ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. ഓക്കെ, അവർക്കും ഫീലിംഗ്സ്. ഇപ്പൊ നമുക്ക് മാത്രമേ ഫീലിങ്സ് ഉള്ളൂ എന്നുള്ളതല്ല, അവരും നമ്മളെ പോലെ തന്നെ ഹ്യൂമൻ ബീങ്സ് ആണ്. അവരുടെ ഫീലിങ്സ് 100% നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതാണ്. അവരുടെ കംപ്ലൈന്റ്സിന്റെ പ്രൈവസിയും നമ്മൾ അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ ഇപ്പൊ നമ്മൾ സെക്ഷൽ ഡിസ്ഫങ്ഷണൽ സിംറ്റംസ് പറയുമ്പോൾ സെക്ഷൽ ഡിസയർ ഡിസോർഡേഴ്സ് വരാറുണ്ട്, ഹൈപ്പർ ആക്റ്റീവ് സെക്ഷൽ ഡിസയർ ഡിസോർഡർ ഉണ്ട്, സെക്ഷൽ അവേർഷൻ ഡിസോർഡർ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ആ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി ലാക്ക് ഓഫ് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഫ്രം സെക്ഷൽ ബിഹേവിയർ ആണെങ്കിൽ നമുക്ക് എറോസൽ ഡിസോർഡേഴ്സ് നമ്മൾ നേരത്തെ സ്റ്റേജസ് ഓഫ് ആക്ടിൽ ആദ്യം പറഞ്ഞത് എറോസൽ ആണ്. അപ്പൊ അതിന് ഫീമെയിൽ എറോസൽ ഡിസോർഡർ ഉണ്ട്, മെയിൽ എറോസൽ ഡിസോർഡർ ഉണ്ട്. അതുപോലെ തന്നെ ഓർഗാസം വരുന്ന ആ ഒരു ഇതിലൊരു ഡിസോർഡർ ഉണ്ട്. അവിടെയും ഈ പറഞ്ഞ മാതിരി അവിടെയും കാറ്റഗറീസ് ഡിഫറെന്റ് ആണ്. പിന്നെ മെയിൽ ഡിസോർഡേഴ്സിൽ നമ്മൾ എപ്പോഴും ഡിസ്കസ് കോമൺലി സൊസൈറ്റി പാട്രിയാർട്ടിക്കൽ സൊസൈറ്റി ആയതുകൊണ്ട് മെയിൽ കംപ്ലൈന്റ്സ് ആണ് കൂടുതലും നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. പ്രിമച്ചർ ഇജാക്കുലേഷൻ, ഓർഗാസത്തിന്റെ ഡിസോർഡർ, സെക്ഷൽ പെയിൻ ഡിസോർഡർ. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ വജൈനിസ്മസ്, ഡിസ്പെറിനിയൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവർക്കും അതുപോലെ ആ ഒരു പെയിനും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഓർഗാനിക് എറ്റിയോളജി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അതിപ്പോ സബ്സ്റ്റൻസ് അബ്യൂസ് കൊണ്ടും ഓവർ സെക്ഷൽ ഫങ്ഷൻ കൊണ്ടും പിന്നെ എന്തെങ്കിലും ജനറൽ മെഡിക്കൽ കണ്ടീഷൻ, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, അതൊക്കെ പറഞ്ഞു. പിന്നെ ഹൈപ്പോ ആക്റ്റീവ് ആയിട്ടുള്ള സെക്ഷൽ ഡിസോർഡേഴ്സ് ചില മെയിൽസിൽ കാണാറുണ്ട്. പിന്നെ പെയിൻ വരുമ്പം ഇപ്പം ഈ വജൈനിസ്മസും അല്ലെങ്കിൽ ഡിസ്പെറിനിയ പോലെ തന്നെ ആ ഒരു ഫീനോഡൈനിയ അല്ലെങ്കിൽ ക്രോട്ടോഡൈനിയ ഒക്കെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന്റെ റീസൺ ഇനി ഫിസിക്കൽ എക്സാമിനേഷൻ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഫിസിക്കൽ എക്സാമിനേഷനും നമ്മൾ ഈ പറഞ്ഞ പോലെ ബൈസ്റ്റാൻഡർ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ബൈസ്റ്റാൻഡറോട് കൂടി തന്നെ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ എന്നുള്ളത്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ചില പേഷ്യൻസ് വരാറുണ്ട് സൈസിന്റെ ഡിഫറൻസ് പറഞ്ഞു അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ കല്യാണം കഴിക്കാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ കല്യാണം ഉടനെ ആവാൻ പോകുന്നു, അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർ നമുക്ക് മനസ്സിലാക്കാം അവർ ഒരു പുതിയ ലൈഫിലേക്ക് പോകുന്നതിന്റെ ആ ഒരു ആൻസൈറ്റിയോ സ്ട്രെസ്സോ കൊണ്ടായിരിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇങ്ങനെ ഈ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മുടെ അടുത്തേക്ക് അങ്ങനെ വരുന്നതെങ്കിൽ നമ്മൾ അത് വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമ്മൾ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഞാൻ നേരത്തെ ഡോളോറേയും പാരസെറ്റമോളിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ വയാഗ്ര അതായത് എഴുത്തും വായന അറിഞ്ഞൂടാത്ത അപ്പൂപ്പന്മാര് വരെ വയാഗ്ര യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം ഇവർ ഈ മരുന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഇവരിങ്ങനെ പാത്തും പതുങ്ങിയും അല്ലെങ്കിൽ കുറച്ച് മടിയൊക്കെ ആയിട്ട് നമ്മളെ കാണിക്കുന്ന മരുന്നുണ്ടല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞ പ്രാക്ടീസിന്റെ തുടക്കകാലത്തിലൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ അപ്പൂപ്പന് എന്തിനായിരിക്കും ഇത്, എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അപ്പൂപ്പന് എന്തിനായിരിക്കും ഇത് എന്നൊരു ഫീൽ. അങ്ങനൊന്നുമല്ല, എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ മാതിരി ലൈഫ് നമുക്ക് ഒരിക്കലേ ഉള്ളൂ. അപ്പൊ അവര് ഒരു ഫിസിക്കൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ഡിസയർ ആണ്. നമ്മളിപ്പോ എത്തുമ്പോൾ നമുക്ക് പറ്റുന്ന കാര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ വയഗ്രയുടെ കാര്യം നമ്മൾ പറയാം, അതായത് സിൽഡനാഫിൽ വയഗ്ര ഒരു ആ കണ്ടന്റ് ആണ് അത്. അതുപോലെ തന്നെ നമുക്ക് ലെവിട്ര ഉപയോഗിക്കുന്നവരുണ്ട്, കിഡാലാഫിൽ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ പൊതുവെ പറയും അയ്യോ ഡയബറ്റിക് ഉണ്ട് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, നിങ്ങൾക്ക് കൊറോണറി ഡയലിറ്റേഴ്സ് ഒക്കെ അതായത് അവിടെ ഡയലേറ്റ് ചെയ്തുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങളെ BP കുറഞ്ഞു പോകും, നിങ്ങൾക്ക് അല്ലെങ്കിൽ BP കൂടും, അല്ലെങ്കിൽ സ്ട്രോക്ക് വരും, നിങ്ങൾക്ക് അറ്റാക്ക് വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഈ ഒരു ആവശ്യമുള്ളത് കൊണ്ട് ഇതൊക്കെ അവഗണിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം വയാഗ്ര അവരുടെ ഇറക്ഷൻ മാത്രമാണ് ശരിക്കും ചെയ്യുന്നത്, അല്ലാതെ ഒരിക്കലും അവരുടെ താല്പര്യം കൂട്ടിക്കൊടുക്കുന്നില്ല. പക്ഷെ നമുക്ക് മാത്രമാണ് ആ ഒരു താല്പര്യം കൂട്ടിക്കൊടുക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോ ഒരു തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലെ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ധനേഷ് സാർ പറഞ്ഞൊരു സെന്റൻസ് ഞാൻ കേട്ടിരുന്നു, ഹോമിയോപ്പതി ഒരു ട്രഷറാണ്, ഹോമിയോപ്പതിയിൽ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട് ഉണ്ട് ജ്യോതി ഡോക്ടർ കഴിഞ്ഞ 2 ദിവസം മുമ്പ് എന്തോ പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു
ഡോക്ടറെ ഹോമിയോപ്പതി നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധിയാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പം ആ രണ്ട് വാക്കും കടമെടുത്ത് ഞാൻ പറയുകയാണ്, ഹോമിയോപ്പതിയിൽ ഈ ഒരു സെക്ടറിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അപ്പൊ അത് പക്ഷെ ഇനിയിപ്പോ നമ്മൾ കേസിലേക്ക് പോവാണ്. പക്ഷെ ആ കേസിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, എന്റെ ശരി നിങ്ങളുടെ ശരി ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. മറ്റൊരാളുടെ നമ്മൾ പറയല്ലോ, അമ്മയെ തല്ലുന്നതിനും രണ്ട് പക്ഷമുണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ പരമ്പരാഗതമായി യൂസ് ചെയ്യുന്ന മരുന്നുകൾ മാത്രമാണ് മരുന്ന് എന്ന് നമുക്ക് ഒരിക്കലും അവകാശപ്പെടാൻ സാധിക്കാറില്ല. നമുക്കറിയാം എത്ര വെൽ സെലക്ടഡ് ഒരു റെമഡി ആണെങ്കിലും അതിന്റെ പൊട്ടൻസി ചില സീനിയേഴ്സ് പറയാറില്ലേ, ആ പൊട്ടൻസി അതിൽ വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ ആ കമ്പനിയുടെ മെഡിസിൻ അത് പറ്റില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു മരുന്ന് സെലക്ട് ചെയ്താലും ഈ പറഞ്ഞ പോലെ മെഡിസിന്റെ പ്രിപ്പറേഷനിലെ ഡിഫറൻസ് കൊണ്ട് നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പൊ ഞാൻ ഇപ്പം ആദ്യം പറയാൻ പോകുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു അപ്പച്ചൻ, ഓക്കെ, എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു കേസാണ്. എന്റെ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് ഹൗസ് സർജൻസി സമയത്ത് കിട്ടുന്ന ഒരു കേസാണ്. അപ്പൊ ഈ അപ്പച്ചൻ വന്നിട്ട് എന്റെ അടുത്ത് വന്ന് പറയാണ്, എനിക്ക് ബലക്കുറവുണ്ട് എന്നുള്ളൊരു പറയാണ്. അപ്പൊ ഞാൻ ആ അപ്പച്ചന്റെ കയ്യിൽ ഇങ്ങനെ ഞെക്കി നോക്കി. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇവിടെയാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് അപ്പൊ അപ്പച്ചൻ അല്ലാന്ന് പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ കുറച്ച് മൈൽഡായിരിക്കുമല്ലോ ആൾക്കാരെടുത്ത്. അപ്പൊ ഞാൻ എന്റെ കാലിങ്ങനെ ഞെക്കി നോക്കി. അപ്പോഴത്തേക്ക് അപ്പച്ചൻ പറഞ്ഞു, അതല്ല, എനിക്ക് ബലക്കുറവാണെന്ന് പറഞ്ഞു. ആക്ച്വലി അന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ളൊരു ശേഷി, അല്ലെങ്കിൽ എന്താണ് ആ പുള്ളി പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ശേഷി എനിക്ക് ഉണ്ടായിരുന്നില്ല. പരിചയസമ്പന്നയായ ഒരു നേഴ്സ് എന്റെ പുറകിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവരിങ്ങനെ ചുരണ്ടി, അല്ലെങ്കിൽ അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇത് ഡാമിയാന, അശ്വഗന്ധ അല്ലെങ്കിൽ ജിൻസങ് ഒക്കെ നമുക്കൊരു എറോസൽ അല്ലെങ്കിൽ ഒരു പ്രൈമറി മെഡിക്കേഷൻ ആയിട്ട് നമുക്ക് ഈ ടിങ്ലേഴ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഡയബറ്റിസ് വിത്ത് സെക്ഷൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് യൂപ്പറ്റോറിയം ഒണ്ണം നമുക്ക് 1x നമുക്ക് കൊടുക്കാം. ഒണ്ണമല്ല 1x നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഈ 1xന് തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിസൾട്ട് അത് ഉണ്ടാക്കി തന്നിരിക്കും. അതിൽ ഒരു ഡൗട്ടും ഇല്ല. നമ്മൾ കേസ് എടുത്തു, കേസിൽ നിന്നൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി കുറെ ടിഞ്ചേഴ്സ് ഒക്കെ നമ്മൾ കൊടുത്തു, അതിലൊന്നും സംഭവിച്ചില്ല. നമ്മൾ ലൈക്കോപോഡിയം കൊടുത്തു, നമ്മൾ നെക്സോമിക്ക കൊടുത്തു, നമ്മൾ കലേഡിയം കൊടുത്തു, അല്ലെങ്കിൽ സെലനിയം കൊടുത്തു, അതിലൊന്നും നമുക്കൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഇത് നമുക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. യൂപ്പറ്റോറിയം വെർസേറ്റും 1x ടാബ്ലറ്റ് നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ വന്നിട്ട് അതായത് ബ്ലൈൻഡ്ലി നമുക്ക് ട്രൈ ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പിന്നെ നമുക്ക് പിന്നെ ഇതൊരു കേസ്. അപ്പൊ ഈ അപ്പച്ചന്റെ കേസ് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, അന്ന് ആ അപ്പച്ചൻ വരുമ്പോ ഈ പറഞ്ഞ മാതിരി എന്ത് കൊടുക്കും എങ്ങനെ കൊടുക്കും എന്ന് അറിയാത്തത് കൊണ്ട് വൈറ്റമിൻസ് കൊടുത്തു, അല്ലെങ്കിൽ ഡയറ്റ് കൊടുത്തു, അതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടിഞ്ചേഴ്സ് കൊടുത്തു. എന്ത് സംഭവിച്ചു ഇല്ല എന്ന് എനിക്ക് അറിയില്ല, കാരണം പിന്നെ ആ പേഷ്യന്റ് റിപ്പീറ്റ് ചെയ്ത് വന്നില്ല. അപ്പൊ നമ്മൾ പേഷ്യന്റിന് കുറെ ടിഞ്ചേഴ്സ് ഈ പറഞ്ഞ മാതിരി 10 തുള്ളി 5 തുള്ളി അല്ലെങ്കിൽ 20 തുള്ളി അങ്ങനെ കൊടുക്കുന്നതിനേക്കാൾ നമുക്ക് നല്ലത് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം നോക്കിയിട്ട് അത് പറ്റിയില്ല എങ്കിൽ അടുത്തതിലേക്ക് പോവുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ എനിക്ക് കിട്ടിയ വേറെ കേസാണ്. ഈ പ്രശ്നമൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇവിടെ മർമ്മ സ്ഥാനത്ത് അടി കിട്ടി. അത് പേഷ്യന്റിന്റെ ആ ഒരു സ്ലാങ്ങിൽ പറഞ്ഞു, മർമ്മ സ്ഥാനത്ത് അടി കിട്ടി. അപ്പൊ ഒരു 42 ഇയേഴ്സ് ഉള്ള ഒരു പേഷ്യന്റ് ആണ്. അപ്പൊ ഈ പുള്ളിക്ക് വന്നിട്ടെന്ന് പറഞ്ഞാല് ഇങ്ങനെ ഈ മർമ്മ സ്ഥാനത്ത് അടി കിട്ടുന്നതിന് മുമ്പ് വരെയും ഈ പുള്ളി വന്നിട്ട് വൈഫുമായിട്ടുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ പുള്ളിക്ക് മാസ്റ്റർബേഷനിലായിരുന്നു താല്പര്യം കൂടുതൽ. പിന്നെ അതുപോലെ തന്നെ ഈ പ്രോസ്റ്റേറ്റിന്റെ കംപ്ലൈന്റ് ആ പുള്ളിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് യൂറിനിൽ കൂടെ ആ പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ് പോകുന്ന ആ ഒരു കേസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഈ അടി കിട്ടി എന്നുള്ള ആ ഒരു, അല്ലെങ്കിൽ ട്രമാറ്റൈസേഷൻ ഓഫ് പെൽവിക് ഓർഗൻസ് എന്നുള്ള രീതിയിൽ ബെല്ലി ഫെർനെസ് ആണ് ഞാൻ ആ പേഷ്യന്റിന് കൊടുത്തത്. 1 ആണ് വീക്ക്ലി വൺസ് വെച്ചിട്ട് ഒരു 4 വീക്സോളം ബെല്ലിസ് പോയി. ആ ബെല്ലിസിനോടൊപ്പം തന്നെ ഡാമിയാനയും ജിൻസങ്ങും അശ്വഗന്ധയും ഒക്കെ മാറി മാറി, അതായത് ഒരു വീക്കിൽ ഒരു ടിncture എന്നുള്ള രീതിയിൽ അതും കൊടുത്തിരുന്നു. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാല് ക്ഷീണം. അതായത് അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു 2-3 കേസ് ഉണ്ട് ഇങ്ങനെ. അതായത് എക്സസീവ് ആയിട്ടുള്ള ക്ഷീണം, അല്ലെങ്കിൽ അവർക്കൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അവർ ഓൾറെഡി ഡയബറ്റിക് പേഷ്യൻസ് ആണ്, അവർക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് വന്നിട്ട് ഒരു ഫിസിക്കൽ ഡിപ്രഷൻ ആണ്, അല്ലെങ്കിൽ അങ്ങോട്ട് ശരിയാവുന്നില്ല, ഒരു ക്ഷീണം, അതും അല്ലെങ്കിൽ ഇടവിട്ട് അലർജി കംപ്ലൈൻസും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഡോക്ടറെ അങ്ങോട്ട് എല്ലാം നടക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ഒരു ആരോഗ്യം പോലെ കിട്ടുന്നില്ല എന്ന് വരുന്ന കേസസ് ഉണ്ട്. അവർക്ക് നമ്മൾ അവേന സെറ്റേവ കൊടുത്ത് ഒരു 1, 2, 3 ആഴ്ച അവേന സെറ്റേവ ടിncture കൊടുത്ത്, എന്നിട്ട് അവർക്ക് വ്യത്യാസമൊന്നും വന്നില്ല എങ്കിൽ മാത്രം നമ്മൾ ഏതെങ്കിലും പൊട്ടൻസിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്.
പിന്നെ ഡയബറ്റിസ് ഉണ്ട്, അൺകൺട്രോൾഡ് ഡയബറ്റിസ് ആണ്. അതുപോലെ തന്നെ അവർക്ക് ഒരു ലൈംഗിക താല്പര്യമില്ലായ്മ, അതായത് ആബ്സെൻസ് ഓഫ് സെക്ഷൽ ഡിസയർ ഉണ്ട്. പിന്നെ വന്നിട്ട് ഇമ്പോർട്ടൻസി ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇനി എങ്ങനെയെങ്കിലും ഡോക്ടറെ എങ്ങനെയെങ്കിലും അതൊന്നും കഴിഞ്ഞൊന്നിരിക്കട്ടെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായ ക്ഷീണമാണ്. പിന്നെ അവിടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നീര് വന്ന് വലിഞ്ഞ് തൂങ്ങി ഇങ്ങനെ കിടക്കും. എന്റെ പണ്ടത്തെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഡോക്ടറെ അതെനിക്ക് വിഷമമാണ് ഡോക്ടറെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒന്നും ആലോചിക്കേണ്ട, അഭൗമ അവസ്ഥയാണ് അവർക്ക് നമ്മൾ പ്രൈമറി ആയിട്ട് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇനി വരുന്ന ഒരു കൂട്ടുകാരെന്ന് പറഞ്ഞാല് സെക്ഷൽ ഡിസയർ ഒന്നും അങ്ങനെ ഇല്ല. പിന്നെന്ന് പറഞ്ഞാല് എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല ഡോക്ടറെ, പ്രായമൊക്കെ ആയില്ലേ, ഇനിയിപ്പൊ അതിനെ പറ്റിയൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടാ ഡോക്ടറെ, ഞാൻ ഒന്നും ആലോചിച്ചില്ല. ചില ദിവസം രാത്രിയാകുമ്പോ അവിടെ ഇങ്ങനെ വലുതായിരിക്കും ഡോക്ടറെ. പിന്നെന്ന് പറഞ്ഞാൽ ഈ വലുതായിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, മൂത്രമൊഴിക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കറണ്ട് അടിച്ച പോലത്തെ വേദന ആയിരിക്കും ഡോക്ടറെ, ഒരു മിന്നൽ പോലത്തെ വേദന ആയിരിക്കും ഡോക്ടറെ എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് അസിസ്റ്റ ഇൻഡിക്കയാണ്. സാധാരണ ഞാൻ പ്രിഫർ ചെയ്തും ഇതിലെല്ലാം കൊടുക്കാറുള്ളതും അങ്ങനെയാണ്. അപ്പൊ അതിനും ഈ പറഞ്ഞ പോലെ നല്ല റിസൾട്ട് കാണാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചു കാലമായിട്ട് ഡാമിയാനെ വലിയ റിസൾട്ട് ഇല്ലാത്ത പോലെ തോന്നി തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാറി പരീക്ഷിക്കുക എന്നുള്ളത് മാറ്റം നമുക്ക് അനിവാര്യമാണല്ലോ. അപ്പൊ അങ്ങനെ ഡാമിയാനെ വർക്ക് ചെയ്യാതെ വന്ന കേസസിൽ ഞാൻ ന്യൂറാപ്യൂമ എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിസിൻ കൊടുക്കുന്നുണ്ട്. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ പല സ്ഥലത്തുനിന്ന് കിട്ടിയതാണ്. അപ്പൊ ഇന്ന സ്ഥലത്തുനിന്ന് ഞാൻ എടുത്തു എന്ന് പറയാൻ അവകാശപ്പെടാൻ സാധിക്കില്ല. എനിക്ക് പല ക്ലാസ്സിൽ നിന്നും അല്ലാതായിട്ട് കിട്ടിയതാണ്. പക്ഷെ അതിനകത്ത് ഞാൻ ഇപ്പൊ എവിടെ നിന്ന് കിട്ടിയാലും അതിൽ പിന്നെ വീണ്ടും നമ്മൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതൊരു ഹ്യൂമൻ ഇൻസ്റ്റിങ് ആണല്ലോ. അപ്പൊ അതിനകത്ത് എന്താന്ന് പറഞ്ഞാൽ അതിൽ സ്റ്റിറോൾസ് ഉണ്ട്. അപ്പൊ അത് വന്നിട്ട് നമ്മളെ സെക്സ് ഹോർമോൺസിന് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാവുന്ന ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു തടസ്സങ്ങൾ അത് മാറ്റിത്തരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോർപ്പസ് കവേർണേഴ്സയുടെ അവിടെ വന്നിട്ട് അത് റിലാക്സ് ചെയ്തിട്ട് അത് ആ ഒരു സ്പോഞ്ച് ലൈക്ക് ഏരിയയുടെ അവിടെ റിലാക്സ് ചെയ്തിട്ട് ഈ ബ്ലഡ് സർക്കിളെ നമുക്ക് കൂട്ടിത്തരുന്നു എന്നുള്ളതാണ് അത് നമുക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ ഡാമിയാന പോലെ തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ ടിഞ്ചർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ സപ്ലിമെന്റ്സ് എടുക്കുന്ന ആൾക്ക് ഞാൻ ഇപ്പൊ പുതുതായിട്ട് കൊടുക്കുന്ന ഒരു 2-3 മെഡിസിൻ പറഞ്ഞിട്ട്, അതായത് റിസൾട്ട് ഉള്ള 2-3 മെഡിസിൻ പറഞ്ഞിട്ട് യൂഷ്വലി ഉള്ളതിലേക്ക് പോകാന്ന് വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം സപ്ലിമെന്റ്സ് ഇപ്പൊ നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഓൺലൈൻ സോഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സേവനം ഒന്നും ആവശ്യമില്ല, കുറേ കോസ്റ്റ്ലി ആയിട്ടുള്ള സപ്ലിമെന്റ്സ് അതിനകത്ത് ഉണ്ട്. അപ്പൊ ഈ സപ്ലിമെന്റ്സ് വന്നിട്ട് അതിന് നല്ല കോസ്റ്റും ഉള്ള സപ്ലിമെന്റ്സ് ആണ്. അപ്പൊ നമ്മൾ അതിൽ നോക്കുമ്പോൾ എനിക്ക് ഈ ടോംഗറ്റാലി എന്ന് പറഞ്ഞിട്ട് ഒരു സപ്ലിമെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ ആക്ച്വലി ഇതിന്റെ ഹോമിയോപ്പതി ആസ്പെക്ട് ഇങ്ങനെ തിരക്കി തുടങ്ങി. അതറിയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം, എനിക്കറിയില്ലാത്തത് കൊണ്ട് ഞാനത് തിരക്കി തുടങ്ങി. അപ്പോഴത്തേക്കും അപ്പൊ അത് നമ്മളൊരു ടിഞ്ചർ വന്നിട്ട് യൂറിക്കോമ ലോംഗിഫോളിയ ജാക്ക് എന്നാണ് നമ്മളെ ടിഞ്ചറിന്റെ പേര്. അത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ ഫിസിക്കൽ വൈറ്റാലിറ്റിയെ ബൂസ്റ്റ് ചെയ്യും, അതായത് ടെസ്റ്റോസ്റ്റിറോണിന്റെ ആ ഒരു പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അവിടുത്തെ ഒരു മസിൽ മാസിൽ നല്ല ഡിഫറൻസ് വരും. പിന്നെ അത് നല്ലൊരു അഫ്രോഡിസിയാക്ക് ആണ്. അതുപോലെ തന്നെ അഫ്രോഡിസിയാക്ക് ആണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആന്റി ഡയബറ്റിക് ആണ്, ആന്റി മലേറിയൽ ആണ്, അതുപോലെ തന്നെ ആന്റി പൈററ്റിക് ആണ്. അപ്പൊ നമ്മൾ തിരക്കി പോയത് ഈ ഒരു കാര്യത്തിനാണെങ്കിൽ പോലും ഇപ്പം ഈ പറഞ്ഞ കാറ്റഗറിയിൽ ആര് വന്നാലും പ്രൈമറി ആയിട്ട് ഞാൻ ഇത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു 5 ഡ്രോപ്സ് വെച്ചിട്ട് ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളത്തിൽ 2 നേരം അല്ലെങ്കിൽ 3 നേരം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. നല്ല റിസൾട്ട് ആണ് നമുക്ക് അതിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഉള്ള വേറൊരു ടിഞ്ചറാണ് എപ്പിമീഡിയം സാജിറ്റാറ്റം എന്ന് പറഞ്ഞൊരു ടിഞ്ചർ. അത് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിഞ്ചറാണ്. നമുക്ക് പൊട്ടന്റ് ആയിട്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. അത് ആ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ മാറിയാൽ പോലും നമുക്കൊരു 3 തുള്ളി വെച്ചിട്ടോ 5 തുള്ളി വെച്ചിട്ടോ ദിവസത്തിൽ ഒരു നേരം ഒരു ഓവറോൾ വെൽബീയിങ്ങും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഹെയറിന്റെ ക്ലാസ്സസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, DHEA പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ DHEA വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ DHEA ബ്ലോക്കേഴ്സ്, അലോപീസിയ അരിയേറ്റ അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ DHEA ബ്ലോക്കേഴ്സിന്റെ കാര്യം നമ്മൾ പറയാറുണ്ട്. നമ്മൾ പറഞ്ഞത് എപ്പിമീഡിയം സാജിറ്റേറ്റം എന്നാണ് ടിഞ്ചറിന്റെ പേര് മാഡം. അപ്പൊ ഇത് വന്നിട്ട് DHEയുടെ കാര്യം. DHEയുടെ കാര്യത്തിൽ എന്താന്ന് പറഞ്ഞാൽ DHEA ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത് എനിക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് കിട്ടുമോ ഇല്ല എന്നുള്ള ആ ഒരു ഡൗട്ട്, നമുക്ക് ഹോമിയോപ്പതിക്കലി അത് കിട്ടുമോ ഇല്ല എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ
നമ്മൾ നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറഞ്ഞ പോലെ DHEA നമുക്ക് കിട്ടും, DHEA 6X നമുക്ക് കിട്ടും. അത് വന്നിട്ട് പ്രിട്ടോറിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി വന്നിട്ട്, അത് എനിക്ക് തോന്നുന്നു ഡെൻമാർക്കിൽ എന്നാണ് അതിന്റെ പ്രിപ്പറേഷൻ. അതായത് അതിന് ആക്ച്വലി ഉള്ള നല്ല DHEA 6X നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രിപ്പറേഷൻ അവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ അത് വന്നിട്ട് അതും ഈ പറഞ്ഞ പോലെ ഒരു നാച്ചുറലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ്. ആ ഹോർമോൺ വന്നിട്ട് നമ്മൾ പ്രായം കൂടുമ്പോൾ അത് ഇപ്പൊ നമ്മൾ മെനോപോസ് എത്താറാകുമ്പോൾ ഈസ്ട്രജന്റെ കാര്യത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെ ഈ DHEA നമ്മളിങ്ങനെ കുറഞ്ഞു വരാറുണ്ട്. അപ്പൊ ഇത് വന്നിട്ട് നമ്മൾ ആൻഡ്രോജൻ സ്റ്റിമുലേറ്റർ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റെറോൺ സ്റ്റിമുലേറ്റർ എന്നുള്ള രീതിയിലാണ് പല ആസ്പെക്റ്റിൽ നമുക്ക് എടുക്കാം. ഈ ആസ്പെക്റ്റിൽ നമ്മൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് നമ്മളൊരു സപ്ലിമെന്റ് ആയിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഒരു ഡിസീസ് കണ്ടീഷൻ അല്ല എങ്കിൽ പോലും ഒരു ഓവറോൾ വെൽബീയിങ് ആയിട്ടാണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇത് ഫീമെയിൽസിലാണെങ്കിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അവരിൽ ഫീമെയിൽസിൽ വന്നിട്ട് അവരുടെ ഉള്ളിലെ മെയിൽ സെക്സ് ഹോർമോൺസിന് ഒരു ലിബിഡോയ്ക്കും സെക്സ് ഡ്രൈവിനും വന്നിട്ട് ഇത് പ്രമോഷന് സഹായിക്കുന്നു എന്നുള്ളതാണ്. മെഡിസിൻ നമ്മുടെയിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അത് ഇവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാസ്റ്റ് ഡിസ്കഷൻ സെഷനിൽ അതൊന്ന് അറിയിച്ചാൽ വളരെ നല്ലതായിരുന്നു. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു. പിന്നെ കനാബിസ് സറ്റൈവ നമുക്ക് എടുക്കാം. അതായത് ഇത് ഈ നമ്മൾ ഈ പെയിൻഫുളിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. അപ്പൊ ഇതും എനിക്ക് ഇടയ്ക്ക് കിട്ടാറുള്ള കേസ് ആയതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞത്. ഇത് അഗ്രചർമ്മം ഉണ്ടല്ലോ, ഇതിന്റെ അറ്റം വന്നിട്ട് നല്ല ഇരുണ്ട് ചുമന്നിരിക്കും. അപ്പൊ അവിടെ ആണെങ്കിൽ ആരെങ്കിലും തൊടുകയോ അമർത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായ വേദനയായിരിക്കും. ഈ വേദന ഇവരെങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഡോക്ടറെ തിളച്ച വെള്ളം വീണ് പൊള്ളിയ പോലത്തെ വേദന എന്നാണ് അവര് പറയാറ്. നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴും നമുക്ക് തോന്നും ആ പൊള്ളിയതാണോ എന്ന് വെച്ചാൽ ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ നമുക്ക് അത് കൊടുക്കാം. പിന്നെ ഫോസ്ഫോറിക് ആസിഡ് നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു, അതും ഈ പറഞ്ഞ പോലെ ഡയബറ്റിക് വിത്ത് സെക്ഷൽ കംപ്ലൈൻസിന് നല്ലൊരു മെഡിസിനാണ് ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ കാൻഡാരിസ് നമുക്ക് കൊടുക്കാം. സ്ഥിരമുള്ള മെഡിസിൻസ് ഇനി നമുക്ക് ഇപ്പൊ ജിൻസങ് നമ്മളെ മരുന്ന് മാത്രമല്ല, അല്ലാതെ ജിൻസങ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇപ്പൊ എന്താ പറയാ, സിന്നമൺ അല്ലെങ്കിൽ ഫെനുഗ്രീക്ക്, ജിൻസങ് ഇതുപോലെയൊക്കെ നമുക്ക് അല്ലാതെ കിട്ടുന്ന നമുക്ക് വെള്ളം തിളപ്പിച്ച് ചെറിയൊരു അളവിൽ നമുക്ക് വെള്ളം തിളപ്പിച്ച് കഴിക്കാൻ പറയാവുന്നതാണ്. പിന്നെ ഇവരോട് ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ വന്നിട്ട് ഒരു മിനിമം ലെവലിൽ, ഡയബറ്റീസ് അല്ലേ അപ്പൊ ഒരുപാട് എടുക്കാൻ പറ്റില്ല, അപ്പൊ ആ ഒരു മിനിമം ലെവലിൽ ഇപ്പൊ നമ്മൾ അവർക്ക് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോഴും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഏതൊക്കെയുണ്ട്, അവരുടെ വെയിറ്റ്, അവരുടെ ആ ഒരു ജീവിത സാഹചര്യം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വൈഗ്ര പോലൊക്കെയുള്ള മെഡിസിൻ, നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ കുറച്ച് സമയം കൂടിപ്പോയാൽ അതിന്റെ ഇടയിൽ അവർക്കൊരു അത്യാവശ്യം വരുമ്പോൾ അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ നിർബന്ധമായിട്ടും റെസ്ട്രിക്ട് ചെയ്യണം. കാരണം ആ മെഡിസിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് ഓക്കാനം, വയറുവേദന, വയറിളക്കം, തലവേദന അല്ലെങ്കിൽ അലർജി, ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുക, ഇതൊക്കെ അതിന്റെ സൈഡ് ഇഫക്ട്സ് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ഏത് കാറ്റഗറി മെഡിസിൻ എടുത്താലും അതിന്റെ സൈഡ് ഇഫക്റ്റ് നമ്മൾ കൃത്യമായും കണ്ടുപിടിച്ച് അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതും ഇതുമായിട്ട് ഒത്തുപോകില്ല. അപ്പൊ അവര് നമ്മളുടെ മെഡിസിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് എന്ന് വിചാരിക്കും. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ യുറേനിയം നൈട്രജൻ 3X നമുക്കറിയാം, ഡയബറ്റീസിന് ഒരു നല്ല മെഡിസിൻ ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഇത് നൈറ്റ് എമിഷൻസിൽ നല്ല സൂപ്പറാണ്. അതുപോലെ ഇങ്ങനെ പറയില്ല, തണുപ്പ് ചുരുങ്ങി കിടക്കുക അല്ലെങ്കിൽ വിയർത്ത് നനഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കും അവിടെ ഇരിക്കുക എന്ന് പറയുന്നതിന് നമുക്കിത് നല്ലൊരു മെഡിസിൻ ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ടുസിലാഗോ എന്ന് പറഞ്ഞിട്ട് ടിഞ്ചറാണ് അടുത്ത് പറയാനുള്ളത്. ടുസിലാഗോ പെറ്റാസൈസ് എന്ന് പറഞ്ഞ ടിഞ്ചറാണ്. അത് ആക്ച്വലി ഇവരെന്താ പറയണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഡോക്ടറെ ഇങ്ങനെ അവിടെ കൂടെ എന്തോ ഇങ്ങനെ എഴഞ്ഞു പോണ പോലെ തോന്നും. ഇങ്ങനെ അതാണ് അതിന്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഇൻഡിക്കേഷൻ അവിടെ കൂടെ ഇങ്ങനെ എഴഞ്ഞു പോകുന്ന പോലെ തോന്നും. പിന്നെ ഗൊണോറിയ അല്ലെങ്കിൽ യെല്ലോയിഷ് ഡിസ്ചാർജ്. പിന്നെ അവിടെ എന്ന് വെച്ചാൽ അവര് അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു വേദനയോ അല്ലെങ്കിൽ ഉദ്ധാരണോ എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ഏരിയയിൽ വരുന്ന ഏതൊരു കംപ്ലൈന്റ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവർക്ക് ഇങ്ങനെ ഇടച്ചിലോട് കൂടി എന്നുള്ളതാണ്. അത് ശരിക്കും നമ്മൾ ഇത് അവിടെ ചൊറിച്ചിലോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്ന് ഉറപ്പ് വരുത്തി, അല്ലെങ്കിൽ അവർ വൃത്തിയായിട്ട് ആ ഭാഗം സൂക്ഷിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നമുക്ക് ഇങ്ങനെ പോകാൻ സാധിക്കുന്നത്. പിന്നെ സെലിനിയം നമ്മൾ കൊടുക്കുമ്പോൾ
പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിപ്പം ഹെയർ ഫോളിനാണെങ്കിലും അല്ല സെക്ഷലി റിലേറ്റഡ് കംപ്ലൈന്റിനാണെങ്കിലും സെലിനിയം നമ്മുടെ ബോഡിയിൽ അധികമായിട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ആഡ്വേഴ്സ് റിസൾട്ട് ആയിരിക്കും തരിക. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ സെലിനിയത്തിന്റെ ഡോസ് കൂടിക്കഴിയുമ്പോൾ റിവേഴ്സ് ഇഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ 2-3 കേസിൽ അങ്ങനെ എനിക്ക് ഹെയറിന്റെ കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണ് ഞാൻ അത് ഇപ്പം നമ്മൾ മിനറൽ കിങ്ഡത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ മെറ്റീരിയൽ മെഡിക്കൽ ഡോസേജ് മാത്രമല്ല ആ മിനറൽ എത്രത്തോളം നമ്മുടെ ബോഡിയിൽ എങ്ങനെ എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സിങ്കം മെറ്റ്. മിക്കവാറും കേസിൽ സിങ്കം മെറ്റ് നമുക്കൊരു 50 ക്രോസ് ചെയ്ത് വരുന്ന മിക്കവാറും കേസിൽ നമുക്ക് റിസൾട്ട് കിട്ടാറുണ്ടെന്ന് വെച്ചാൽ എല്ലാത്തിനും അവർക്ക് മടുപ്പാണ്. ഒന്നിനും വയ്യ. അത് ഒന്നിനും വയ്യ. ഒരു എനർജി ഇല്ല. എനിക്ക് എണീറ്റടക്കാൻ തന്നെ ആവതില്ല. പിന്നെ അവൾ ഈ പറയണ പോലെ എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതാണ്. പക്ഷെ ഞാൻ സിങ്കം മെറ്റ് എന്താ പറയില്ലേ, ഡോക്ടർ ഒന്ന് ഉമ്മ വയ്ക്കാൻ പറ്റൂല കേട്ടോ എന്ന് പറയാം. ഉമ്മ വയ്ക്കുമ്പോൾ അപ്പൊ ഇതിങ്ങനെ പുറത്തോട്ട് പോകും. ഓക്കെ, എന്റെ ഒരു പേഷ്യന്റ് പറഞ്ഞതാണ്. അപ്പൊ അതായത് ഉമ്മ വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഉമ്മ വയ്ക്കാൻ പറ്റുന്നില്ല, അപ്പൊ പുറത്തോട്ട് പോകുന്നു. അതിന്റെ ബാക്കിൽ നിന്ന് പോകുമ്പോഴാണ് എനിക്ക് സിങ്കം മെറ്റ് കിട്ടുന്നത്. അതിനുശേഷം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന അവിടുത്തെ ഈ അവിടെ വഴിഞ്ഞിരിക്കുന്നതോ വീർത്തിരിക്കുന്നതോ അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു മെഡിസിൻ ഈ പറഞ്ഞ പോലെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സിങ്കം മെറ്റ് കൊടുക്കാം. പക്ഷെ ആ സിങ്കം മെറ്റ് കൊടുക്കുമ്പോൾ വളരെ വിഗ്രസ് ആയിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ആയിരിക്കരുത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ സാലിക്സ് നൈഗ്ര കൊടുക്കാം. സാലിക്സ് നൈഗ്ര കൊടുക്കുമ്പോൾ എനിക്ക് 2 കേസ് നമ്മൾ റിസൾട്ട് ഉള്ളത് മാത്രമല്ലല്ലോ, നമ്മൾ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ കൊണ്ട് നമ്മൾ പറയണമല്ലോ. സാലിക്സ് നൈഗ്ര കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ട്, പ്ലസ് അവർക്കൊരു എക്സസീവ് ഡിസയർ ഫോർ ഇന്റർകോഴ്സോട് കൂടി ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവിടെ പെയിൻഫുൾ ആയിരിക്കും. അവർക്ക് ആക്ച്വലി ബൈക്കില് അല്ലെങ്കിൽ അവർക്ക് ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു ഏരിയയിൽ സൊമാറ്റിക് കോഡ് അല്ലെങ്കിൽ മസിൽ സ്ഥലത്തൊക്കെ പെയിൻ വരുന്ന ആൾക്കാരാണ്. അത് നമ്മൾ ഏറ്റവും അതായത് 2-3 തുള്ളി വെച്ച് കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ലത്, ടിഞ്ചർ കൊടുക്കുവാണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് ഒരു വെർട്ടിഗോ സിങ്കോപ്പോ അല്ലെങ്കിൽ നോസിയേറ്റഡ് ഫീൽ ഒക്കെ അങ്ങനെ ഞാൻ കൊടുത്തിട്ടുള്ള കേസസിൽ 2-3 കേസസിൽ എനിക്ക് അങ്ങനെ തന്നെ വേറെ യാതൊരു റീസൺസും ഇല്ല. അവര് കുറച്ച് ഹൈലി എഡ്യൂക്കേറ്റഡ് ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരായിരുന്നത് കൊണ്ട് ഇത് മാത്രമാണ് കാരണം എന്ന് അവർ കൃത്യമായിട്ട് തിരിച്ചറിയുകയും ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ടൈം കഴിയാറായി. ആക്ച്വലി ഇന്ന് ഇതിന്റെ ഓർഗനോണിലെ അഫോറിസംസും അല്ലെങ്കിൽ മയാസും ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ ശരിക്കും അങ്ങനെ ആയിരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു അവസരത്തിൽ നോക്കാം. പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിൽ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു തരാനുള്ള അറിവുകൾ അതും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടറെ, അത് ഇനിയിപ്പോ ഇന്ന് നമുക്ക് സമയമുണ്ടെന്ന് തോന്നുന്നില്ല. 3 മിനിറ്റേ ഉള്ളൂ. അപ്പോഴ് ഡോക്ടർക്ക് ഇനി പറയാനുള്ള കാര്യങ്ങളും ഈ ക്ലാസ്സിൽ ഇന്ന് നടത്തിയ ക്ലാസ്സിലുള്ള ഡിസ്കഷനും കൂടി നമുക്ക് ഒരു ദിവസം വയ്ക്കാം. ഡോക്ടേഴ്സിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസോ അവർക്ക് പറയാനുണ്ടെങ്കിൽ അത് നമുക്ക് ഇനിയൊരു ക്ലാസ്സിൽ ഷെയർ ചെയ്യാം. അപ്പൊ എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ വിലപ്പെട്ട ഒരു സെഷൻ തന്നെ ആയിരുന്നു ഇന്ന്. എല്ലാവർക്കും വളരെയധികം പ്രയോജനം ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ക്ലാസ് എടുത്ത ഡോക്ടർ ഋജി റഷീദിന് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ രഞ്ജനയെ ക്ഷണിക്കും. അൺമ്യൂട്ട് ചെയ്ത ഡോക്ടറെ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യാമോ? ശരി, ഓക്കെ. നമസ്തേ ഡോക്ടറെ. മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു, പറയേണ്ട കാര്യമില്ല. ഉള്ള സമയത്ത് ഡോക്ടർ മാക്സിമം എല്ലാത്തിനും എന്റെ പതോളജിക്കൽ ഫിസിയോളജിക്കൽ ക്ലാസിഫിക്കേഷനും തെറാപ്യൂട്ടിക്സും അല്ലാതുള്ള ക്ലിനിക്കൽ എക്സ്പീരിയൻസും എല്ലാം തന്നെ നമ്മളോട് ഷെയർ ചെയ്യാൻ ഡോക്ടറിന് സമയം മാക്സിമം ഡോക്ടർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ നടത്തി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഡോക്ടറെ. ഇനി ഇതിന്റെ കണ്ടിന്യൂയിങ് ഭാഗങ്ങളും കേൾക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. സമയമില്ലാത്തതുകൊണ്ട് അല്ലേ, മാക്സിമം എനിക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ക്ലാസ് നമുക്കത് ക്ലിയർ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു മാഡം. വളരെ താങ്ക്സ് കേട്ടോ എല്ലാവർക്കും, പങ്കെടുത്ത എല്ലാവർക്കും താങ്ക്സ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ഡോക്ടർ രഞ്ജനയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും നമ്മൾ വിചാരിക്കും ഇതൊരു ചെറിയ ടോപ്പിക്കാണ്, കുറച്ച് കാര്യങ്ങളെ അല്ലെങ്കിൽ പറയാൻ കാണൂ, ഒരു സെഷൻ അല്ല ഒരു പ്രത്യേക ഏരിയ മാത്രം കവർ ചെയ്യുന്നതല്ലേ, അപ്പൊ കുറച്ചേ കാണുള്ളൂ നമ്മൾ വിചാരിക്കും. പക്ഷെ അല്ല, ഈ ഒരു ഡയബറ്റിക്കിന്റെ കോംപ്ലിക്കേഷൻ കൊണ്ടുണ്ടാകുന്ന സെക്ഷുവൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് നല്ലൊരു
കുറേ അധികം കാര്യങ്ങൾ അറിയാനും പറയുവാനും വലിയൊരു ടോപ്പിക്കാണത്. നമുക്ക് അതിന്റെ ബാക്കി ഭാഗം ഈ ഒരു ദിവസം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ എത്രയും വേഗത്തിൽ ബാക്കി ഭാഗവുമായി എത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ മലയാളം സെഷൻ അവസാനിപ്പിക്കുവാനുള്ള സമയമായി. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിക്കും. നന്ദി, നമസ്കാരം.